കാര്യം. എൻ്റെ ഡോക്ടർ ആസാദ് പറഞ്ഞൊരു കാര്യമുണ്ട്. പുള്ളിക്ക് ഏതാണ്ട് 37 ഹോസ്പിറ്റൽസും 250 or 300 ക്ലിനിക്സ് ഉണ്ട്. 5 ഫോൺ കോളിൽ കൂടുതൽ പുള്ളിക്ക് ഒരു ദിവസം വരികയാണെങ്കിൽ അത് പുള്ളിയുടെ ഇൻഎഫിഷ്യൻസി ആണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ പുള്ളി ഉദ്ദേശിച്ചത് വെച്ചാൽ ഡെലിഗേറ്റ് ചെയ്യണം. അപ്പോൾ പുള്ളിയാണ് എനിക്ക് ആ ഒരു പാഠം പഠിപ്പിച്ചെന്നാണ് ഹൗ ടു ഡെലിഗേറ്റ്. ന്യൂ ജനറേഷൻ അത്തരം കാര്യങ്ങളിൽ എനിക്ക് വളരെ വളരെ അപ്രിസിയേഷൻ ഉണ്ട്. അവർ ഹെൽത്ത് നോക്കുന്നുണ്ട്, അവർ എക്സസൈസ് റെഗുലറായിട്ട് ചെയ്യുന്നുണ്ട്, അവർ ഡയറ്റ് അവർ നന്നായി പാലിക്കുന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ അവർ എഴുതിയിട്ട് അതാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. പിന്നെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ, വേറൊരു പ്രിൻസിപ്പിൾ വെച്ചാൽ പേഷ്യൻ്റ് എപ്പോഴും ദൈവതുല്യരായി കാണുക എന്നാണ്. ഹോസ്പിറ്റൽ ഒരു ദൈവാലയമായിട്ട് കാണുക. ഇന്ന് പള്ളി, അമ്പലം എല്ലാം ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പ്രാർത്ഥനകൾ പോകുന്നത് ഹോസ്പിറ്റലിൽ നിന്നാണ്. എൻ്റെ 5000 രൂപ ഞാൻ വർഷം കളയുന്ന ഒരു കാര്യമില്ല, ഇത് വേസ്റ്റ് ആയിട്ട് പോകുന്നു, എന്തിനാണ് ഞാൻ അടയ്ക്കുന്നത്, അങ്ങനെ ചിന്തിക്കരുത്. ഇതൊരു നിങ്ങളുടെ ഇൻകത്തിൽ നിന്ന് ഒരു പോർഷൻ ഇതിനു വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി മാറ്റി വെക്കുന്നു എന്ന് മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ. പിന്നെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ മൈൻഡ് സെറ്റ് ഉണ്ട്. നിങ്ങളൊരു ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു ട്രാവൽ ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെയോ റിട്ടേൺസ് ഹെൽത്ത് കെയർ വരില്ല. ഹെൽത്ത് കെയർ മാർജിൻ വളരെ തിൻ മാർജിനേ ഉണ്ടാവുള്ളൂ. വെൽക്കം ടു ടൈം ലൈൻ കോൺവെർസേഷൻ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ള ഗസ്റ്റ് കിംസ് ഹോസ്പിറ്റൽ കേരള ക്ലസ്റ്റർ കോ ഫൗണ്ടർ ആൻഡ് ഡയറക്ടർ ഫർഹാൻ യാസിൻ സാറാണ്. സ്വാഗതം. മലബാർ ഹോസ്പിറ്റലിൽ നിന്ന് ആരംഭിച്ചിട്ട് ആസ്ട്ര ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റായി, അതിനുശേഷം ഇപ്പം കിംസ് ഹോസ്പിറ്റലിന്റെ കേരള ക്ലസ്റ്റർ സിഇഒ ആൻഡ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു എംപ്ലോയിയിൽ നിന്ന് എംപ്ലോയറിലേക്കാണ് ഇപ്പം മാറിയിരിക്കുന്നത്. സാറിന്റെ പല ഇന്റർവ്യൂസിലും കാണാൻ സാധിച്ചത് എംപ്ലോയി എന്നുള്ളതിൽ നിന്ന് നമ്മൾ എപ്പോഴും അടുത്ത പടിയിലേക്ക് കയറി പോകുന്നതാണ് സാറിന് ഇഷ്ടം. അപ്പോൾ ഒരു എംപ്ലോയർ ആയപ്പോൾ ഉള്ളൊരു മാറ്റം സാറിന് എങ്ങനെയാണ് ആ യാത്ര ഫീൽ ചെയ്യുന്നത്? എംപ്ലോയർ ആകുന്ന മാറ്റത്തിനുപരി ഒരു കരിയറിനൊരു ഭാഗത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിലെ വേറിട്ട തലങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് പോവുക എന്നുള്ളതാണ്. താങ്കൾ പറയുന്ന മലബാർ ഹോസ്പിറ്റൽ മുതലാണ് ഞാൻ എൻ്റെ പിന്നാലുള്ള കാര്യങ്ങൾ പറയാം. ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്ത ഒരു മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനിസ്റ്റ് ആയിട്ടാണ് കാലിക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു 2005, 2006 കാലഘട്ടങ്ങളിൽ ഞാൻ ആദ്യമായിട്ട് ഹോം കെയർ സ്റ്റാർട്ട് ചെയ്തു. ഒരു ലാബ് ടൈപ്പ് ആയിട്ട് അത് മലബാർ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സിനെ ഞാൻ എടുക്കുമായിരുന്നു. ഓപ്പൺ മെഡിസിൻ്റെ ഫാർമസി ആയിട്ട് ടൈപ്പ് ചെയ്ത് ഹോം ഡെലിവറി ഓഫ് മെഡിസിൻ. അന്ന് 2006-07 ഒന്നും ഹോം ഡെലിവറി ഒന്നും വന്നിട്ടില്ല, ഇപ്പോഴാണത് വരുന്നത്. ആ സമയത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് ഹോം കെയർ സിസ്റ്റം. അത് മെല്ലെ റൈറ്റ് ഫ്രോം സ്ക്രാച്ചിൽ തുടങ്ങി. ഒരു ചെറിയ കാർ ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യുമായിരുന്നു. നഴ്സിംഗ് സ്റ്റാഫ് ഉണ്ടാവും, അവർ ബ്ലഡ് കളക്ഷന് പോകും, ഓർഡേഴ്സ് നമ്മൾ തന്നെ എടുക്കും, ബ്ലഡ് കളക്ഷൻ ലാബിലേക്ക് സാമ്പിൾസ് എത്തിക്കുന്നു, റിസൾട്ട്സ് വീടുകളിൽ എത്തിച്ചു കൊടുക്കും. പിന്നെ ഡോക്ടേഴ്സിന് ആവശ്യമുണ്ട്, വയസ്സായ ആൾക്കാർക്ക് ഡോക്ടേഴ്സിന് ആവശ്യമുണ്ടെങ്കിൽ വീട്ടിൽ വന്ന് ഡോക്ടർ കാണും. ആ സമയത്ത് വീട്ടിൽ വന്ന് ഡോക്ടർ കാണിക്കുന്ന സിസ്റ്റം ഒക്കെ വളരെ വളരെ അപൂർവം നടക്കുന്നതാണ്. അതൊരു സിസ്റ്റമാക്കി കൊണ്ടുപോകാൻ ഇന്ത്യയിൽ ഒരിടത്തും ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഐഡിയ തോന്നി. ഈ പറഞ്ഞ വെറുതെ ഇരിക്കുന്ന സമയത്ത് ചുമ്മാ തമാശയ്ക്ക് തുടങ്ങിയ സാധനമാണ്. അതാണ് ആക്ച്വലി ഹെൽത്ത് കെയർ രംഗത്ത് എൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാലിക്കറ്റ് പെത്തോളജി സെന്റർ ലാബുമായിട്ടാണ് ഞാൻ ടൈപ്പ് വെച്ചത്. അതിൻ്റെ ഒരു പാർട്ണറായിരുന്നു മലബാർ ഹോസ്പിറ്റലിലെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ പി എ ലളിത. ഞാൻ എൻ്റെ മെന്ററായിട്ട് ഞാൻ ഇന്നും എൻ്റെ മാതൃസ്ഥാനത്ത് കാണുകയും എൻ്റെ മെന്ററായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്ന ആളാണ്. പക്ഷെ മാഡം ഇന്ന് ഇല്ല, മാഡം മരണപ്പെട്ടിട്ടുണ്ട്. മാഡമാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നൊരു ചോദ്യം, നീ ഇത്രയും ചെയ്യുന്നുണ്ട്, നിനക്ക് എൻ്റെ ഹോസ്പിറ്റലിൽ വന്ന് ഒരു മാർക്കറ്റിംഗ് ഒക്കെ ഒന്ന് ഉഷാറാക്കി തന്നുകൂടെയും ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞൊരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ, വൈ നോട്ട്, ലെറ്റ് us do it എന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഹോസ്പിറ്റലായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാളായിരുന്നു. ഞാൻ കേട്ടത് ഫാദറിന്റെ തിയേറ്ററിൽ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ചെറുപ്പം. തിയേറ്റർ നമ്മുടെ തന്നെ തിയേറ്റർ ആയിരുന്നു. അപ്പൊ തിയേറ്റർ ഡിമോളിഷ് ചെയ്തു. അതിനുശേഷം ഞാൻ ഒരു എംപ്ലോയി ആയിട്ട് തന്നെ പലയിടത്തും പോയി തുടങ്ങിയത്. അങ്ങനെ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ രംഗത്തേക്ക് വന്നു. ഓക്കെ. അപ്പം ആസ്റ്ററിന്റെ വൈസ് പ്രസിഡന്റ്, ആസ്റ്റർ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ട് ഇതിലേക്ക് വരുമ്പോൾ ഇപ്പം കോ ഫൗണ്ടറും ഡയറക്ടറും കൂടി ആകുമ്പോൾ ചാലഞ്ചസ് എന്തൊക്കെയായിരുന്നു സാറിന് ഉണ്ടായിരുന്നത്? മലബാറിലാണ് സത്യം പറഞ്ഞാൽ എനിക്കൊരു ഗ്രൗണ്ട് കിട്ടിയത്. ഇന്ന് മലബാറിൽ എനിക്കൊരു അത്രയും വലിയൊരു എക്സ്പോഷർ കിട്ടി. കാരണം ഒരു 100 ബെഡിന് താഴെയുള്ള ഹോസ്പിറ്റൽ, അതിൽ ഒന്നും ഇല്ല, സ്ക്രാച്ചിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം കിട്ടുക എന്നാണ് ഒരാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം. അപ്പം എങ്ങനെ പോണോ ഓപ്പൺ ഗ്രൗണ്ടാണ്. പിന്നെ നമുക്ക് മാനേജ്മെന്റ് ആ ഒരു ഫ്രീഡവും കൂടി തന്നതുകൊണ്ട് നമുക്ക് എല്ലാ ഏരിയാസിലും പഠിക്കാൻ പറ്റി. അപ്പം മലബാറിൽ നിന്നുള്ള മാർക്കറ്റിംഗ് എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റി. ഇപ്പം അടുത്ത മേഖലയിലേക്ക് കയറി ഓപ്പറേഷൻസിലേക്ക് ഞാൻ എൻ്റർ ചെയ്തു. ഓപ്പറേഷൻസ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായി മാറി, അവിടുന്ന് സിഇഒ ആയി മാറി. അപ്പോൾ ആ ഹോസ്പിറ്റലിൻ്റെ മൊത്തത്തിൽ ഒരു 6-7 വർഷം കൊണ്ട് ഒരു മാറ്റം വരുത്താൻ പറ്റി. നമുക്ക് അതിൻ്റെ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ കയറാൻ പറ്റും. അത് ഡോക്ടർ ലളിത എന്നൊരു വ്യക്തി ഉള്ളതുകൊണ്ട് മാത്രമായിരുന്നു. കാരണം അത്രയും ട്രസ്റ്റും ഫ്രീഡവും നമുക്ക് തന്നുകൊണ്ടാണ്. ഇപ്പം നമ്മുടെ കീഴിൽ ഇപ്പം ആരായാലും നമ്മളെല്ലാവരുടെയും കീഴിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എനിക്ക് പറയാനുള്ളത്,
നമ്മൾ ഒരാളെ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഗിവ് ദം ദ ഫ്രീഡം ടു വർക്ക്. അതെ. അതിൽ നമ്മൾ കയറി ഒരുപാട് ബോസ് ആവാൻ പാടില്ല. അവർക്ക് അവരുടെ സ്പേസ് കൊടുത്താൽ നമ്മൾ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അവർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഞാനിപ്പോൾ പഠിച്ചിരിക്കുന്ന പാഠവും ഞാൻ എൻ്റെ ടീം മെമ്പേഴ്സിന് ഞാൻ തിരിച്ചു കൊടുക്കുന്നതും അത് തന്നെയാണ്. സോ ആ ഒരു എക്സ്പോഷർ കിട്ടിയത് കൊണ്ടാണ് ഫർഹാൻ യാസിൻ എന്ന വ്യക്തിയെ ഹെൽത്ത് കെയർ ഭൂപടത്തിൽ ആൾക്കാർ തിരിച്ചറിഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഹെൽത്ത് കെയറിൽ വരേണ്ട ആളില്ല, എന്നെ ആരും ഐഡന്റിഫൈ ചെയ്യാനും പോകുന്നില്ല. സാധാരണ ഒരാൾ ജീവിക്കുമ്പോൾ ഞാനും ജീവിക്കും, വേറെ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ ഇന്നത്തെ യങ്സ്റ്റേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് അത്തരം ടേണിംഗ് പോയിന്റ് ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ഒരുപാട് ചിന്തിച്ച സമയം കളയരുത്. Go ahead and do it if you have interest in it. അങ്ങനെ ചെയ്യുമ്പോഴും നമുക്ക് കുറെ പ്രതിബന്ധങ്ങളും അല്ലെങ്കിൽ കുറെ ലിമിറ്റേഷൻസ്, കുറെ ചാലഞ്ചസ്. കാരണം ഇപ്പം സാർ ആദ്യത്തെ തുടങ്ങണം. ഇപ്പം കിംസിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അതായത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഓൾറെഡി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് വരുമ്പോഴും ഇപ്പൊ കിംസും ഓക്കെ എനിക്കറിയാം കണ്ണൂരിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ ഒരു വളർച്ച ചെറിയ കാലം, ഒരു 2-3 മാസം കൊണ്ട് തന്നെ ആ ഹോസ്പിറ്റലിൽ പോയാൽ തന്നെ നമുക്ക് ആ മാറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ പെട്ടെന്നുള്ള അത്തരത്തിലുള്ള വളർച്ചയിൽ ഉണ്ടാവുന്ന ഒരു ലിമിറ്റേഷൻസും ചാലഞ്ചസും സാർ എങ്ങനെയാണ് ഹാൻഡിൽ? ചാലഞ്ചസ് ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ മലബാറിൽ ഞാൻ ആ കഥ തൊട്ട് പറയാം. മലബാറിൽ സ്റ്റാർട്ട് ചെയ്തു, അപ്പം എല്ലാവരും തിരിച്ചു വരണം. അങ്ങനെയാണ് ഡോക്ടർ ആസാദ് മുപ്പൻ എന്ന വ്യക്തി എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നതും ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിങ്ങിന് എന്നെ ക്ഷണിക്കേണ്ടത്. അപ്പം അന്ന് ആസ്റ്റർ ഏറ്റവും ഈവൻ ഇന്ത്യയിലല്ല GCCയിലടക്കം വെച്ച് ഏറ്റവും മികച്ച രീതിയിൽ നിൽക്കുന്ന വലിയ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനാണ് ആസ്റ്റർ. അപ്പോൾ ആസ്റ്ററിൽ ചെയർമാൻ എന്നെ വിളിക്കുന്നു. ദാറ്റ് ഈസ് എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രൗഡ്ഫുൾ ആയിട്ടുള്ള മൊമെന്റ് ആണ്. ആസ്റ്ററിൽ ചെയർമാൻ എന്നെ വിളിക്കുന്നത്, എന്നെ തിരിച്ചറിഞ്ഞ് വിളിക്കുന്നു എന്നുള്ളത്. അപ്പം ഞാൻ ഈ 100 ബെഡുള്ള ഹോസ്പിറ്റലിൽ കാണിച്ച കാര്യങ്ങൾ ഒരു ഹോസ്പിറ്റൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മേഖലയിലെ മേധാവികൾ ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ എടുക്കുന്ന ചലഞ്ചും ആ ചലഞ്ച് നമ്മൾ പ്രൂവ് ചെയ്യും, അതിനുള്ള വിസിബിലിറ്റി നമ്മൾ ഉണ്ടാക്കലും ചെയ്യേണ്ടത്. ആ വിസിബിലിറ്റി ഉണ്ടാക്കിയാൽ മാത്രമേ ഒരു വ്യക്തിക്ക് വളരാൻ പറ്റുള്ളൂ. നമ്മൾ ചെയ്യുന്ന കാര്യം വിസിബിലിറ്റി ഇല്ലാതെ ചെയ്താൽ ആരും വളരാൻ പോകുന്നത്, ആരും നമ്മൾ അന്വേഷിച്ച് വരാനും പോകുന്നില്ല. അങ്ങനെ ഡോക്ടർ ആസാദിനെ വിളിക്കുകയും അന്ന് ആദ്യം ഞാൻ നോ പറഞ്ഞെങ്കിലും പിന്നെ ഞാൻ ഡോക്ടർ പി ലളിതയുടെ സമൂഹത്തോട് കൂടി, കാരണം എൻ്റെ ഫസ്റ്റ് എംപ്ലോയറിന് ഒരിക്കലും പിണങ്ങിയിട്ട് പോകാൻ പാടില്ലെന്ന് എനിക്ക് ഇന്നും ആ കുടുംബമായിട്ട് ഞാൻ വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ആളാണ്. അപ്പോൾ അവർ സമൂഹത്തോട് കൂടി, കാരണം എൻ്റെ അടുത്ത് മാഡം പറഞ്ഞൊരു വാക്കുണ്ട്, ഇവിടെ നീ വളർന്നു, ഇനി നീ അടുത്ത മേഖലയിലേക്ക് പോകണം, അല്ലെങ്കിൽ ഞാൻ നിന്നെ തന്നെ ഇവിടെ തളച്ചിട്ട് കഴിഞ്ഞാൽ നിന്റെ വളർച്ചയ്ക്ക് ഇതൊരു തടസ്സമാകും. അപ്പം അങ്ങനെ ഒരു എംപ്ലോയർ പറയുക, സാധാരണ എല്ലാവരും സ്വാർത്ഥരായിരിക്കുമല്ലോ, നമ്മൾ മാത്രം വളർന്നാൽ മതി, വേറെ ആരും വളരണ്ട, അല്ലെങ്കിൽ വേറെ അതിൽ മേലെ പോകണ്ടെന്നൊരു സ്വാർത്ഥതയുള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ എന്തോ ഭാഗ്യം കണ്ട് എനിക്ക് കിട്ടിയ ആൾക്കാരൊന്നും അത്ര സ്വാർത്ഥരായ ആൾക്കാരല്ല. എനിക്ക് തോന്നുന്നു ബിസിനസ് ഫീൽഡിൽ ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാർ അത്ര സ്വാർത്ഥത കാണിക്കാറില്ല. അല്ലാതെ ചെറിയ സർക്കിളിൽ ചിന്തിക്കുന്നവരൊക്കെ ഇത്തരം സ്വാർത്ഥത ധാരാളമായിട്ട് കാണാറുണ്ട്. അതെ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആസ്റ്റർ കണ്ണൂരിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആസ്റ്റർ കണ്ണൂർ സ്റ്റാർട്ട് ചെയ്യുമ്പം അതും എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ചലഞ്ചിങ് ഗ്രൗണ്ടാണ്. മലബാർ ഒരു ചെറിയൊരു 100 ബെഡ് ഹോസ്പിറ്റൽ, അവിടുന്ന് ആസ്റ്റർ പോലത്തെ ഒരു വലിയൊരു കോർപ്പറേറ്റ് സാമ്രാജ്യത്തിലേക്ക് കയറും. ആ കോർപ്പറേറ്റ് സാമ്രാജ്യത്തിൽ കയറുമ്പം കണ്ണൂർ പോലെ സ്ഥലത്ത് ഒരു കൺസ്ട്രക്ഷൻ സമയത്ത് തുടങ്ങി കൺസ്ട്രക്ഷൻ ആരംഭിച്ച ഒരു പ്രോജക്റ്റാണ് ഞാൻ കയറി ഏറ്റെടുക്കുന്നത്. 14 മാസം കൊണ്ട് ആസ്റ്റർ മിംസ് കണ്ണൂരിൻ്റെ കൺസ്ട്രക്ഷൻ തീർക്കാൻ പറ്റി. കറക്റ്റ് പറഞ്ഞ ഡേറ്റിൽ എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റി. അവിടെ നമുക്ക് ചെയ്യാൻ പറ്റിയ വേറൊരു വലിയൊരു കാര്യം, ഇന്ന് ലോകത്ത് ഒരിടത്തും ചെയ്യാൻ പറ്റാത്ത കാര്യം, 2nd month ആ ഹോസ്പിറ്റൽ ഓപ്പറേഷനിൽ ബ്രേക്ക് ഈവൺ ആയി തുടങ്ങി. അപ്പോൾ അവിടെയാണ് നമുക്ക് റിസൾട്ട്സ് കാണിക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് പിന്നെയും ഗ്രോത്ത് ഉണ്ടാവും. റിസൾട്ട്സ് കാണിക്കാൻ പറ്റില്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ആർക്കും ഗ്രോത്ത് ഉണ്ടാവണമെന്നില്ല. ഇനി ഈ റിസൾട്ട് കാണിക്കാൻ പറ്റുമ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹെൽത്ത് കെയർ ആണ്. ഇതിൽ ഹ്യൂമൻ വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മൾ എത്ര ഗ്രോത്ത് ആയി എന്ന് പറഞ്ഞാലും ഹ്യൂമൻ വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ഹെൽത്ത് കെയറിൽ ആർക്കും വളരാൻ പറ്റും. സോ അത് ഞാൻ അത് മലബാറോടെ എനിക്ക് മാഡം പഠിപ്പിച്ച ഒരു പാഠമുണ്ടായിരുന്നു. 3 A ആണ് മാഡം, 3 A's ഇൻ യുവർ ലൈഫ്. 1 is you should be accessible, you should be affordable, you should be available. അപ്പോൾ അഫോർഡബിൾ എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന സിസ്റ്റം ജനങ്ങൾക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റണം, നമ്മളെപ്പോഴും അവൈലബിൾ ആയിരിക്കണം. അപ്പോൾ അത് ഞാൻ ഇന്നും സൂക്ഷിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ ഇത്രയൊക്കെ ആയാലും എത്രയൊക്കെ ഹോസ്പിറ്റൽ നോക്കിയാലും എനിക്ക് വരുന്നൊരു ഫോൺ കോൾ ഞാൻ ഒരിക്കലും തള്ളിക്കളയാറില്ല. അതിന് റെസ്പോണ്ട് ചെയ്യലും അത് തിരിച്ച് അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാനും എൻ്റെ ടീമിനെ കൊണ്ട് ചെയ്യിക്കലും ഞാൻ ഇന്നും നിർബന്ധിച്ച് മുന്നോട്ട് പോകുന്ന കാര്യമാണ്. അത് എൻ്റെ ടീം മെമ്പേഴ്സ് ആയാലും ഞാനത് വളരെ വളരെ ശാഠ്യം പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. സാർ പറഞ്ഞ 3 Aയിൽ 2 A ഞാൻ 100% സാറിനോട് യോജിക്കുന്നുണ്ട്. ആക്സസിബിലിറ്റിയും അവൈലബിലിറ്റിയും സാർ 100%
ഡയറക്റ്റ് പേഷ്യൻസിനോട് പോലും അവൈലബിൾ ആവുന്ന ഒരാളാണെന്ന് എനിക്കറിയാം. പക്ഷെ അഫോർഡബിലിറ്റി അത്രത്തോളം സാധാരണ ഒരു പൊതുജനങ്ങൾക്കിടയിൽ ഓൾറെഡി ഓരോ ഹോസ്പിറ്റൽസ് വരുമ്പോൾ പൊതുവേ ഒരു ധാരണ ഉണ്ട്, അത് അവരുടെ അടുത്ത് നിന്ന് നമ്മൾ ബിസിനസ് ഉണ്ടാക്കാൻ വരുന്ന ഒരു കോർപ്പറേറ്റ് ആണ്, അല്ലെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലാകുമ്പോൾ അത് അവർക്ക് കൂടുതൽ ബിസിനസ് സാധ്യത എന്നുള്ള നിലക്കാണ് വരുന്നത്. അപ്പോൾ അത്തരം പൊതുജനങ്ങളുടെ ഒരു ധാരണയെ മാറ്റാൻ സാർ എന്തൊക്കെ? തീർച്ചയായിട്ടും സാധിച്ചിട്ടുണ്ട്. ഇന്നും ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മനസ്സിലാക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട പോയിന്റ്, നമ്മൾ ഒരു ഹോസ്പിറ്റൽ പണിത് തീർക്കാൻ വേണ്ടി ഒരു 500 ക്രോസ്, ഒരു 300 to 500 ബെഡുള്ള ഹോസ്പിറ്റൽ തീർക്കാൻ ഒരു 500+ ക്രോസിന് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുണ്ട്. ഓബ്വിയസ്ലി ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺസ് ഏതൊരു ഇൻവെസ്റ്ററും ആഗ്രഹിക്കും, ഹെൽത്ത് കെയറിലും അത് ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊരിക്കലും നമുക്ക് മറച്ചു വെക്കാൻ പറ്റാത്ത സത്യമാണ്. അതെ. ഇനി ഹെൽത്ത് കെയറിൽ നമുക്ക് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് വലുതായിട്ട് മറ്റു ബിസിനസ്സിൽ ഉണ്ടാകുന്ന പോലെ ഉണ്ടാവില്ല. പക്ഷേ ഹെൽത്ത് കെയർ എപ്പോഴും സസ്റ്റൈനബിൾ ആയിട്ട് മുന്നോട്ട് പോകും. ചിലപ്പം ഹൈ റിട്ടേൺസ് ഒന്നും മറ്റു ബിസിനസ് ഉണ്ടാകുന്ന പോലെ ഉണ്ടായിന്ന് വരില്ല, കാരണം അത് എക്സ്പെക്ട് ചെയ്യുന്നതാണ് ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇനി ഹെൽത്ത് കെയർ നമ്മൾ ഫേസ് ചെയ്യുന്ന വേറെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഒരു കാത്ത് ലാബ് വാങ്ങിക്കുന്നത്, കാത്ത് ലാബിന്റെ വില 8 കോടിയാണ്. കാത്ത് ലാബിന്റെ ലൈഫ് 7 കോടി, 7 വർഷം ഉണ്ടാവും. 7 വർഷം കഴിഞ്ഞാൽ ഇത് ഈ വേസ്റ്റ് ആയിട്ട് കളയുക. അടുത്ത വരുന്ന ടെക്നോളജി അഡ്വാൻസ്ഡ് ആവും. അപ്പോൾ 15 കോടിയുടെ കാത്ത് ലാബ് ആയിരിക്കും വാങ്ങിക്കുന്നത്. ഇതിലൊന്നും നമുക്ക് സബ്സിഡിയോ അല്ലെങ്കിൽ നമുക്ക് GST എക്സംഷൻ പോലും ഇല്ല. ഇപ്പോൾ 8 കോടിയുടെ കാത്ത് ലാബ് ആണെങ്കിൽ 18% GST കൊടുത്തിട്ട് ഇമ്പോർട്ട് ടാക്സ് കൂട്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് ഇറക്കുന്നത്. കാരണം ഇതൊന്നും മേക്ക് ഇൻ ഇന്ത്യ പ്രോജക്ട്സിൽ വരുന്ന സാധനമല്ല. ഓങ്കോളജി സെക്ടറിൽ പോലും അത് കാത്ത് ലാബ്, കാർഡിയോളജി എല്ലാം ഈ ഔട്ട് ഓഫ് ഇന്ത്യ വരുന്ന സാധനം. മേക്ക് ഇൻ ഇന്ത്യ ഇപ്പോൾ ആയി വരുന്നുണ്ട്, ആയി വന്നാൽ നന്നായിരിക്കും, പക്ഷെ സമയമെടുക്കും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ പൈസയെല്ലാം പേഷ്യൻ്റെ പുറത്ത് ബില്ലാണ്, അല്ലേ? പേഷ്യൻ്റെ കയ്യിൽ നിന്നുള്ള പൈസയാണ് ഈ കാത്ത് ലാബ് വാങ്ങിക്കുന്നതും. കാത്ത് ലാബിൻ്റെ ഈ പറഞ്ഞ പോലെ AMC CMC ഒക്കെ അടയ്ക്കേണ്ടത് അവരുടെ പൈസ തന്നെയാണ്. അപ്പോൾ അതിനൊരു കോസ്റ്റിംഗ് പാറ്റേൺ ഉണ്ട്. ആ കോസ്റ്റിംഗ് പാറ്റേൺ ഒരിക്കലും പ്രൈവറ്റ് ഹോസ്പിറ്റൽസിന് ഇന്ന് എനിക്കെന്നല്ല ആർക്കും ഫ്രീ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ പ്രിൻസിപ്പളിൽ നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു 10 പേഷ്യൻ്റ് ഉണ്ടാവും, ചിലപ്പോൾ ഒരു പേഷ്യൻ്റ് അതിൽ അഫോർഡബിൾ ആയിരിക്കില്ല. പക്ഷെ അയാൾക്ക് ഒരു ലൈഫ് ത്രെറ്റനിങ് ഡിസീസ് കണ്ടീഷൻ ഉണ്ട്, പൈസ ഇല്ലാത്തതുകൊണ്ട് സർജറി നീട്ടി വെക്കുകയാണെങ്കിൽ അയാൾ ചിലപ്പോൾ ഉണ്ടാവില്ല. അവിടെ നമ്മൾ നിർബന്ധം പാലിക്കുന്ന ഒരു കാര്യം, പൈസ ഉണ്ടോ പൈസ ഇല്ലേ, വിൽ പ്രൊസീഡ് വിത്ത് ട്രീറ്റ്മെൻറ്റ്. നമ്മുടെ ചാർജസും ഡോക്ടർ ചാർജസും ഒഴിവാക്കി അതിന് ഉപയോഗിക്കുന്ന മെഡിസിൻ ആൻഡ് കൺസ്യൂമേഴ്സ് മാത്രമെങ്കിലും ഈടാക്കിക്കൊണ്ട് നമ്മൾ ചികിത്സ മുന്നോട്ട് പോകും. അതിൽ നമ്മളെ സഹായിക്കാൻ ഞാൻ ഒരുപാട് ആൾക്കാർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അത്തരം പേഷ്യൻസ് വരുമ്പോഴത്തേക്കും. അപ്പോൾ അതിനും കൂടി ഒരു ഇനിഷ്യേറ്റീവ് നമ്മൾ തന്നെ എടുക്കുന്നുണ്ട്. അപ്പം ഇതുവരെ എനിക്ക് കഴിഞ്ഞ ഒരു 10-12 വർഷത്തെ ഹെൽത്ത് കെയർ കരിയറിൽ അത്തരം പൈസ ഇല്ലാത്തൊരു പേഷ്യൻറ്റിനെ എനിക്ക് ഡിനൈ ചെയ്യേണ്ടി വന്നിട്ടില്ല. ദൈവഭാഗ്യമായിരിക്കാം, അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു പ്രാർത്ഥന എല്ലാവരും ഉണ്ടാവാം. ഇതുവരെ ഒരു ക്രിട്ടിക്കൽ ഇൽനെസ്, അതിപ്പോൾ 20 ലക്ഷം രൂപ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന കുട്ടിക്ക് ചിലപ്പോൾ 1 രൂപ പോലും കയ്യിലെടുക്കാൻ അല്ലാതെ കുട്ടികളെ നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്. അവർ ചെയ്തിട്ടുമുണ്ട്, എങ്ങനെയൊക്കെയോ ഫണ്ട് അവർക്ക് വേണ്ടി റേസ് ആയിട്ടുണ്ട്. അത് ഇത്തരത്തിൽ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ ഒരു കൂട്ടായ്മ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തു വരുന്നു. കൂട്ടായ്മ നമ്മുടെ ഡോക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇതെല്ലാം ഒരു ഓപ്പൺ ഡിസ്കഷനിൽ നമ്മൾ ഇങ്ങനെ വേണമെന്ന് ആവശ്യപ്പെട്ടാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ സഹായിക്കാൻ സന്നദ്ധരായ ഒരുപാട് ആൾക്കാരുണ്ട്. അല്ല, പല ഹോസ്പിറ്റലും നമ്മൾ കണ്ടിട്ടില്ല ഡെഡ് ബോഡി വിട്ടുകൊടുക്കാത്ത സാഹചര്യം, അല്ലെങ്കിൽ സർജറിക്ക് മുമ്പേ തന്നെ ഇത്ര പേയ്മെന്റ് അഡ്വാൻസ് ചെയ്താൽ മാത്രം ഓക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയെന്ന് വരൂല, പ്രത്യേകിച്ച് ക്രിട്ടിക്കൽ സ്റ്റേജ്. സ്ട്രോങ് അഡ്മിനിസ്ട്രേറ്റർ ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ് അവിടെ വേണ്ടത്. ഇപ്പൊ ഞാനത് ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ വഴികൾ താനെ ഉണ്ടാവും. പക്ഷെ ഞാൻ ചെയ്യണ്ട, അല്ലെങ്കിൽ ഇപ്പൊ വേറെ ആരെങ്കിലും ചെയ്യട്ടെ എന്ന് കാത്തു നിൽക്കുകയാണെങ്കിൽ എല്ലാവരും കാത്തു നിൽക്കത്തില്ല. സോ ഹൂ വിൽ ബിൽഡ് ദ കാറ്റ് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ ആ ധൈര്യം എടുക്കും, അതിന് നഷ്ടം വന്നാൽ ആ നഷ്ടം സഹിക്കുക തന്നെ. ഇത് ഇത്തരം കാര്യങ്ങൾ ഇപ്പം സാർ അവൈലബിൾ ആയിരിക്കുക എന്ന് പറയുമ്പോഴും ഇത്രയും ഹോസ്പിറ്റൽസ് നമ്മൾ ഒരേ സമയത്ത് കൈകാര്യം ചെയ്യുമ്പം ഈ ഡിസിഷൻ മേക്കിംഗ് ഒരു പ്രധാന കാര്യമാണ്. അത് നമ്മൾ താഴെയുള്ള മാനേജ്മെന്റ് എത്ര സിസ്റ്റം ഉണ്ടെങ്കിലും ചില സമയത്ത് അത് നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ സാർ എങ്ങനെയാ അതിനെ ഹാൻഡിൽ ചെയ്യാം? അതിനെനിക്ക് ഡോക്ടർ ആസാദ്, നിങ്ങൾ പറഞ്ഞൊരു പ്രസക്തമായ ചോദ്യം. ഞാൻ പണ്ട് ആസ്റ്റർ മിംസ് കണ്ണൂർ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് എല്ലാം ഞാൻ തന്നെയായിരുന്നു. എനിക്കൊരു ദിവസം ഒരു 400 ഫോൺ കോൾസ് വരും. എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞാൻ തന്നെ അറ്റൻഡ് ചെയ്യും. എൻ്റെ ഡോക്ടർ ആസാദ് പറഞ്ഞൊരു കാര്യമുണ്ട്, പുള്ളിക്ക് ഏതാണ്ട് 37 ഹോസ്പിറ്റൽസും 250 or 300 ക്ലിനിക്സ് ഉണ്ട്. 5 ഫോൺ കോളിൽ കൂടുതൽ പുള്ളിക്ക് ഒരു ദിവസം വരികയാണെങ്കിൽ അത് പുള്ളിയുടെ ഇൻഎഫിഷ്യൻസി ആണെന്നാണ് പറയുന്നത്. അപ്പൊ എന്താ പുള്ളി ഉദ്ദേശിച്ചത് വെച്ചാൽ ഡെലിഗേറ്റ് ചെയ്യണം. അപ്പൊ പുള്ളിയാണ് എനിക്ക് ആ ഒരു പാഠം പഠിപ്പിച്ചെന്നാണ്, ഹൗ ടു ഡെലിഗേറ്റ്. ഐഡന്റിഫൈ യുവർ സ്ട്രോങ് ലീഡേഴ്സ്, ഐഡന്റിഫൈങ് സ്ട്രോങ് ലീഡേഴ്സ് ആൻഡ് ഡെലിഗേറ്റ് വർക്ക് ടു ദം. അത് എനിക്ക് നന്നായിട്ട് ആസ്റ്ററിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഞാനന്ന് ആസ്റ്ററിൽ 7 ഹോസ്പിറ്റൽസിന് ചാർജ് ആയിരുന്നു. അതിന് പുറമെ ഏതാണ്ട് 200ഓളം ലാബ് ഉണ്ടായിരുന്നു, ഏതാണ്ട് 300ഓളം ഫാർമസീസ് ഉണ്ടായിരുന്നു.
അപ്പോൾ ഇതിലൊക്കെ ഒരു ലീഡർഷിപ്പ് റോളിൽ അതിനാരാണോ കഴിവുള്ള ആൾക്കാരെ, അതൊരു സീനിയറോ ജൂനിയറോ എന്നല്ല, ഏറ്റവും കഴിവുള്ള ആൾക്കാരെ നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. അവരെ ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റിയത് കൊണ്ട് മാത്രമാണ് നമ്മുടെ തോട്ട് പ്രോസസ്സ്, ഇപ്പോൾ ഡോക്ടർ ആസാദിൻ്റെ തോട്ട് പ്രോസസ് ആയിരിക്കും ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, എൻ്റെ തോട്ട് പ്രോസസ് ആയിരിക്കും എൻ്റെ താഴെയുള്ള ആൾക്കാർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അത് ചെയ്യാൻ പറ്റി. കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ മാറുമ്പോൾ തന്നെ എനിക്കൊരു പുതിയ ടീം മെമ്പേഴ്സിനെ ഞാൻ ഉണ്ടാക്കി. അത് നമ്മുടെ കൂടെ മുന്നേ വർക്ക് ചെയ്ത ആൾക്കാരല്ലാത്ത പോലും ടീം മെമ്പേഴ്സ് നന്നായി വന്നിട്ടുണ്ട്. ഇപ്പോൾ അവരെ മോൾഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇതേ ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഇവിടെയും ഉണ്ട്. കാരണം ഡെലിഗേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ ഗ്രൗണ്ടിൽ ഇംപ്ലിമെന്റ് ആവുകയും ചെയ്യും. അല്ല, അതുകൊണ്ടാണ് എനിക്ക് ഒന്ന് സ്പെഷ്യലായിട്ട് തോന്നിയത്. സാധാരണ നമ്മൾ ഈ മാനേജ്മെന്റ് സിസ്റ്റത്തിലേക്ക് ഹെഡായിട്ട് അധികം MBA കഴിഞ്ഞവരായിരിക്കും ഉണ്ടാവുക. പക്ഷെ സാറ് പറഞ്ഞത് ഞാൻ അതിലുള്ള ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനെ, അതായത് പ്രത്യേകിച്ച് നഴ്സുമാരെ അല്ലെങ്കിൽ അങ്ങനെ ഡോക്ടേഴ്സിനെ തന്നെയാണ് ഈ അഡ്മിനിസ്ട്രേഷൻ ലെവലിലും കൂടി ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതെനിക്കൊരു നന്നായിട്ട് തോന്നി. കാരണം അവർക്കാണ് ഈ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റുക. അപ്പൊ അവർ ഡിസിഷൻ മേക്കിങ്ങിലും കൂടി വരുമ്പം മറ്റുള്ളവരെക്കാൾ കൂടുതൽ അത് അങ്ങനെ തോന്നിയിട്ടുണ്ട്. എൻ്റെ ഒരു വർക്കിംഗ് കൾച്ചർ ഒരിക്കലും ഒരു ഓഫീസ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ആളല്ല ഞാൻ. ഇന്നും എനിക്ക് ഓഫീസ് റൂംസ് ഇല്ല. ഞാൻ ഒരിക്കലും ഓഫീസ് റൂമിൽ ഇരിക്കുന്ന ആളുമല്ല. എനിക്ക് ഗ്രൗണ്ടിൽ റിയാലിറ്റി മനസ്സിലാക്കി ഞാൻ അങ്ങനെ ഇറങ്ങിയാൽ മാത്രമേ എൻ്റെ കൂടെയുള്ളവർ ഗ്രൗണ്ടിൽ ഇറങ്ങി വർക്ക് ചെയ്യുള്ളൂ. അത് ഹെൽത്ത് കെയർ എന്നല്ല, നമ്മൾ ഏതൊരു ബിസിനസ് സ്ഥാപനം ആണെങ്കിൽ പോലും നമ്മളൊരു കസ്റ്റമറെ ആണെങ്കിൽ നമ്മൾ ആ കസ്റ്റമർ ഫേസ് ചെയ്യുന്ന സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യണം. എന്നാൽ മാത്രമേ അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി റെക്ടിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മളൊരു ഓഫീസ് മുറിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് വളരെ ഒരു സുഖമുള്ള അറ്റ്മോസ്ഫിയർ കിട്ടുമെങ്കിലും നമ്മുടെ ഗ്രൗണ്ടിൽ നടക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പം നമ്മൾ ഈ ഒരു വർക്ക് കൾച്ചർ ഫോളോ ചെയ്യുന്നതിന് ഏറ്റവും വലിയ ഗുണം നമ്മുടെ കീഴിലുള്ള ആൾക്കാരും ഗ്രൗണ്ടഡ് ആയിരിക്കും. അവർക്ക് ഇഷ്യൂ എവിടെ വരും, ഇഷ്യൂ എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യണം, എങ്ങനെ ഒരു പേഷ്യൻറ്റ് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിൽ എത്തിക്കാൻ പറ്റുമെന്നുള്ള ചിന്തയുണ്ടാവും. പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഹെൽത്ത് കെയറിൽ. ഒന്ന് ക്ലിനിക്കൽ എക്സലൻസ്, സർവീസ് എക്സലൻസും. ക്ലിനിക്കൽ എക്സലൻസ് നമുക്ക് നല്ല ടീം ഓഫ് ഡോക്ടേഴ്സും നല്ല നഴ്സിംഗ് സ്റ്റാഫും ട്രെയിൻഡ് ആയിട്ടുള്ള നഴ്സിംഗ് സ്റ്റാഫ് ആണെങ്കിൽ ഈസി ആയിട്ട് യു ക്യാൻ അച്ചീവ് ദാറ്റ്. ക്ലിനിക്കൽ എക്സലൻസിന് വേണ്ടത് ഇഫ് യു ഹാവ് മണി ടു ഇൻവെസ്റ്റ് എക്യുപ്മെന്റ്സ് ആൻഡ് തിങ്സ് യുവർ ക്ലിനിക്കൽ എക്സലൻസ് വിൽ ബി സൂപ്പർബ്. There is no doubt in it if you have a good team of doctors. And identifying the good team of doctors is our responsibility that we can do. But service excellence, അത് ഡേ ടു ഡേ ഇമ്പ്രൂവ് ചെയ്യണം. ഇപ്പം നമുക്ക് എന്തൊക്കെ സാധനമാണ്, നമുക്കിപ്പം മണിമാളിക പണിയാം, എല്ലാ ഫെസിലിറ്റീസും റൂംസ് ഉണ്ടാക്കാം, പക്ഷെ ഒരു ചായ ഡിലേ ആയാൽ നമുക്ക് ഉണ്ടാക്കി വെച്ചതെല്ലാം വെറുതെ. അല്ലെങ്കിൽ ഒരു മരുന്ന് എത്താൻ ഡിലേ ആയി, ഒരു സെക്യൂരിറ്റി അവിടെ നിന്ന് വരുമ്പം വെഹിക്കിൾ കൃത്യമായിട്ട് വെക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ വി ആർ അൺഹാപ്പി. എന്തൊക്കെ ഉണ്ടെങ്കിലും ഒരു കാര്യം ഇല്ലാണ്ടായി. സോ ദാറ്റ് ഈസ് ദ മെയിൻ ഇമ്പോർട്ടൻസ് ഓഫ് സർവീസ് എക്സലൻസ്. അപ്പോൾ അതിൽ നമ്മൾ കൊണ്ടുവന്നൊരു ഇനിഷ്യേറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആസ്റ്ററിലുള്ളപ്പോഴും ഇപ്പോഴും കിംസിൽ വന്നതിന് ശേഷവും ഇപ്പം നമ്മുടെ ഹോസ്പിറ്റലിൽ വരുമ്പോൾ യു ക്യാൻ ഹിയർ എ മ്യൂസിക് പ്ലേയിങ്. നമുക്കൊരിക്കലും സാധാരണ ഹോസ്പിറ്റലിൽ കയറുമ്പോൾ ഒരു നാഷണൽ ജോഗ്രഫിക് ചാനലോ അല്ലെങ്കിൽ ഒരു ഡിസ്കവറി ചാനലോ ആൾക്കാർക്ക് വോളിയം ഇല്ലാണ്ട് വെറുതെ എന്തൊക്കെയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഇല്ല. ഇവിടെ ഒരു ലൈവ്ലി അറ്റ്മോസ്ഫിയറാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ദർ വിൽ ബി എ ലൈവ് മ്യൂസിക്, ദർ വിൽ ബി എ ലൈബ്രറി, ഒരു പെയിൻറ്റിങ് ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് ഇൻട്രാക്റ്റീവായിട്ട് ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ ഈ വെയിറ്റിംഗ് ടൈമിലൂടെ ചെയ്യാൻ പറ്റും. ഇനി സിക്കായിട്ടുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സിന് ഇരിക്കാൻ കംഫർട്ടബിളി ആയിട്ട് നമ്മൾ ഗാർഡൻസും ബാക്കിയെല്ലാം പാർക്കെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഹോസ്പിറ്റൽസ്. ഇതാണ് സർവീസ് എക്സലൻസ്. അല്ല, അപ്പോൾ വി ഷുഡ് മേക്ക് ദം ഹാപ്പി. ആ ഒരൊറ്റ നിർബന്ധം കൊണ്ടാണ് നമ്മൾ സർവീസ് എക്സലൻസിനോട് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒരു പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ വിട്ടു പോകുമ്പോഴത്തേക്ക് അവർക്ക് നമ്മളൊരു താങ്ക്ഫുൾ അറ്റ്മോസ്ഫിയറിലാണ് അവർ പോകേണ്ടത്. പിന്നെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു വേറൊരു പ്രിൻസിപ്പിൾ പേഷ്യൻ്റ് എപ്പോഴും ദൈവതുല്യരായി കാണുക എന്നാണ്. ഹോസ്പിറ്റൽ ഒരു ദൈവാലയമായിട്ട് കാണുക. ഇന്ന് പള്ളി, അമ്പലം എല്ലാം ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പ്രാർത്ഥനകൾ പോകുന്നത് ഹോസ്പിറ്റലിൽ നിന്നാണ്. കാരണം ആരും സന്തോഷിച്ച് വരുന്ന ആൾക്കാരൊന്നും അവിടെ വന്നിട്ട് ദൈവമേ, അള്ളാഹു, യേശു ക്രിസ്തു എന്ന് വിളിക്കാത്ത ആരുമില്ല. ഏത് ദൈവത്തെയാണോ അവർ ആരാധിക്കുന്നത് അവരെ വിളിച്ചു പോകും. കാരണം അവരുടെ ഉറ്റവരുടെ ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടി ഉള്ള ടെൻഷനിലുള്ള നടത്താണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ അവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥനകളുള്ളതും. ആ രോഗിനെ ദൈവതുല്യരായിട്ട് കാണുന്ന രീതിയിൽ നമ്മൾ മനസ്സിനെ കൊണ്ടുവന്നാൽ ഹോസ്പിറ്റൽ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവാലയമായിട്ട് നമ്മൾ സൂക്ഷിക്കും. ഇതാണ് പ്രിൻസിപ്പിൾ. ഇതാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന ഏറ്റവും വലിയ. ഇത് മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ. ഇതൊക്കെ മാനേജ് ചെയ്യാൻ നമുക്ക് കൃത്യമായ ടെക്നിക്കൽ സ്റ്റാഫിന് കിട്ടാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സ്റ്റാഫ് ഉണ്ടെങ്കിൽ മൈഗ്രേഷൻ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് പുറത്തേക്കുള്ള ഹെൽത്ത് ഫീൽഡിൽ പ്രത്യേകിച്ചിട്ട് ആ മൈഗ്രേഷൻ നമ്മൾ എത്രത്തോളം ബാധിക്കുന്നുണ്ട് ഈ ഫീൽഡിൽ? എന്നെ സംബന്ധിച്ച് പറയുന്നത് ബാധിക്കുന്നില്ലെന്നേ ഞാൻ പറയുള്ളൂ. കാരണം നഴ്സിംഗ്
ടീമിന് എപ്പോഴും കേരളം വിട്ടു പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. കാരണം അവർക്ക് കാനഡയിൽ കിട്ടുന്ന സാലറിയോ അല്ലെങ്കിൽ UK കിട്ടുന്ന സാലറിയോ ഒന്നും കേരളത്തിൽ കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അവർ പൊയ്ക്കൊണ്ടിരിക്കും. പക്ഷേ വരുന്ന പുതിയ ടീമിനെ നമ്മൾ അതുപോലെ ട്രെയിൻ ചെയ്തെടുക്കാമെങ്കിൽ ഒരു ടീം, ഒരു നഴ്സിംഗ് ടീം ലീഡേഴ്സ് നമ്മൾ ഉണ്ടാക്കാൻ പറ്റിയാൽ ഇതൊരു ബുദ്ധിമുട്ടിലാണ്ട് പോകും. അല്ല, അത് നമ്മൾ ഇവിടുന്ന് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുമ്പോഴേക്കും അവർ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് അങ്ങോട്ടേക്ക് പ്രോസസ്സായിട്ട് നമ്മൾ മനസ്സിക്കരുത്. അതായത് അപ്പൊ അത്തരത്തിൽ നിങ്ങൾ ഈ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ പുതിയ വരുന്ന കുട്ടികളെ എല്ലാവരെയും ട്രെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും. സിസ്റ്റം നിങ്ങളത്തേക്ക് അട്രാക്ട് ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ട്. അവർ വന്നു കഴിഞ്ഞാൽ മേ ബി ഒരു 1 or 2 years അവർ പോകുന്നതന്നെ നമ്മൾ മനസ്സിൽ കാണുക. അതിക്കുള്ള നിൽക്കാൻ പോകും. അതായത് 2 years നമുക്ക് ഇവരെ ചില ആൾക്കാർ നിൽക്കുന്നു വരും. പിന്നെ നമ്മൾ അവർക്ക് വേറൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പം ഡോക്ടേഴ്സ് ഓബിയസ്ലി അവർക്ക് അവരുടെ സൂപ്പർ സ്പെഷ്യലൈസേഷനും ബാക്കിയെല്ലാം നടന്നത് അവർക്ക് ഗ്രോത്ത് നന്നായിട്ടുണ്ട്. അതിനൊരു തടസ്സമില്ലാണ്ട് പോകുന്നുണ്ട്. നഴ്സിംഗ് സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇവർക്ക് ആദ്യം ഒരു ട്രെയിനിങ് നഴ്സായിട്ട് കയറുന്നു. ഇവർ സ്റ്റാഫ് നഴ്സ് ആവും. അത് കഴിഞ്ഞ് അവർ ടീം ലീഡർ ആവും. CNO എൻഡ് അവരുടെ കരിയർ അവസാനിച്ചു. CNO ഒരു 500 to 600 നഴ്സസ് അല്ലെങ്കിൽ 1000 നഴ്സസ് എടുത്ത് ഒരു CNOയുടെ ആവശ്യമില്ല. അപ്പം ഒരാൾക്കേ CNO ആവാൻ പറ്റുള്ളൂ. ബാക്കി 999 ആൾക്കാരും അവരൊരു സ്റ്റാഫ് നഴ്സായിട്ട് അവർ ജീവിതം തീരും വരെ കൊണ്ടുപോകേണ്ടി വരും. ഞാൻ അതൊരു ചെറിയ ചേഞ്ച് കൊണ്ടുവന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിപ്പം കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഇവരിൽ മറ്റു കഴിവുള്ള ആൾക്കാരുണ്ടെങ്കിൽ, മേ ബി അഡ്മിനിസ്ട്രേഷൻ കപ്പാസിറ്റിയുള്ള ആൾക്കാരുണ്ടെങ്കിൽ, HR, ഫിനാൻസ്, അല്ലെങ്കിൽ പർച്ചേസ്, ഈവൻ ഗസ്റ്റ് റിലേഷൻസ് ഹെഡായിട്ട് വരെ ഇവർക്ക് അത്തരം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇവരിലേക്ക് ആ ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള കോച്ചിങ് നമ്മൾ കൊടുക്കുകയും ഇവർക്ക് അത്തരം മേഖലകളും കൂടി കൈകാര്യം ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ കിം ശ്രീചന്ദ്ര എൻ്റെ ഹോം കെയർ യൂണിറ്റ് മാനേജ് ചെയ്യുന്ന ഒരു നഴ്സിംഗ് ഹെഡാണ്. അപ്പം ദേ നോ ദ സബ്ജക്ട് വെരി വെൽ, ദേ നോ ദ പേഷ്യൻറ്റ് വെരി വെൽ. പക്ഷെ അവർക്ക് അറിയാത്ത കാര്യങ്ങളാണ് മാനേജ്മെൻറ്റ് സ്കിൽസ്. അത് നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റിയാൽ അവർക്കൊരു വളരാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മളിപ്പം യൂറോപ്യൻ രാജ്യങ്ങളിൽ അത്തരം കൺട്രീസിലൊക്കെ പോകുമ്പം ഈ വെയിറ്റിംഗ് പീരീഡ് ചികിത്സക്കുള്ള വളരെ കൂടുതലാണ്. നമ്മളൊരു ലാബ് ടെസ്റ്റിനൊക്കെ 6 മാസമൊക്കെ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ. എന്നാൽ ഇവിടെയാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് എല്ലാ ചികിത്സയും അപ്പാപ്പ കിട്ടും. ഡയഗ്നോസ് ആയാലും ടെസ്റ്റ് ആയാലും. അതെ, അത് പലപ്പോഴും ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടും അല്ലെങ്കിൽ അവരെ സിസ്റ്റം കൊണ്ടും അവർ ഹെൽത്തി ആയതുകൊണ്ട് അവർക്ക് അത് പ്രശ്നമില്ല എന്നാണോ, അല്ല നമുക്കത് കുറച്ചും കൂടി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റൂല ഒരു ഹെൽത്ത് ടൂറിസം എന്നുള്ള നിലക്ക്. അറിയാവുന്ന എത്രയോ പേഷ്യൻസ്, മലയാളികളുള്ള ആൾക്കാർ ഒരു ബാക്ക് പെയിൻ വന്നു. ബാക്ക് പെയിൻ വന്നിട്ട് അവർക്കൊരു MRI എടുക്കണമെങ്കിൽ 6 months വെയിറ്റ് ചെയ്യും. 6 months കഴിഞ്ഞിട്ട് അവർക്ക് ന്യൂറോളജിസ്റ്റിനെ കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ന്യൂറോ സർജനെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അവരെന്ത് ചെയ്യും? നാട്ടിൽ വന്ന് MRI എടുത്ത് ട്രീറ്റ്മെന്റ് എടുത്തിട്ട് തിരിച്ചു പോകും. എന്നാലും അവർക്ക് ലാഭമാണ്. അപ്പം ഈ ഒരു സിസ്റ്റം ഏറ്റവും നമ്മളെ സംബന്ധിച്ചുള്ള നമുക്കൊരു MRI എടുക്കണമെങ്കിൽ 5 minute മതി. നമ്മളിപ്പോൾ ഒരു MRI എടുക്കണമെന്ന് വെച്ചാൽ 5 minute നമുക്ക് MRI എടുത്തിട്ട് വരാം. കാരണം അത്രയും സ്ഥലങ്ങളിൽ MRI അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരു ന്യൂറോളജിസ്റ്റിനെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. ഏത് ന്യൂറോളജിസ്റ്റിനെ കാണണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഏത് ഹോസ്പിറ്റലിൽ പോകണം, ഏത് ന്യൂറോളജിസ്റ്റ്. അവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയിൽ താമസിക്കുന്ന, പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. നമ്മുടെ വയസ്സായ ആൾക്കാർ ദേ ആർ സെക്യൂർഡ് ആൻഡ് സേഫ്. കാരണം എന്ത് ഇൽനെസ് വന്നാലും വെളിപ്പുറത്ത് ഹോസ്പിറ്റൽസ് ഉണ്ട്, വെളിപ്പുറത്ത് ഡോക്ടേഴ്സ് ഉണ്ട്, ഫെസിലിറ്റീസ് കിടപ്പുണ്ട്. ഒരു മനുഷ്യന് എത്ര സമ്പാദ്യം ഉണ്ടെങ്കിലും ഹെൽത്തിനുള്ള ആക്സസ് ഇല്ലെങ്കിൽ അവൻ്റെ സമ്പാദ്യത്തെ കൊണ്ട് ഒരു ഗുണം അവനുണ്ടാവും. കാരണം അവന് വയ്യായ്മ ഉണ്ടെങ്കിൽ ചികിത്സിക്കാൻ പറ്റണം, ചികിത്സിക്കാനുള്ള സംവിധാനം വേണം. കേരളത്തിൽ നമ്മളെല്ലാവരും അതിന് അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഇനി വേറെ താങ്കളുടെ ചോദ്യത്തിന് മറ്റു ചോദ്യം, എന്തുകൊണ്ട് നമുക്ക് ഇതൊരു ഓപ്പർച്യൂണിറ്റി ആക്കി എത്തുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഇന്ന് ഒരുപാട് നമ്മുടെ നാടറിയുന്ന ഇന്ത്യൻസ് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് ചികിത്സ വന്നുകൊണ്ടിരിക്കുന്നത്. 2, ഫോറിനേഴ്സ് അവരുടെ രാജ്യത്തുള്ള ആൾക്കാർക്ക് വരാൻ പറ്റാന്ന് വെച്ചാൽ അവർക്ക് ഇൻഷുറൻസ് കവറേജ് ഉണ്ടാവില്ല ഇവിടെ. അപ്പോൾ അവർക്ക് ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഔട്ട് ഓഫ് ദ പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ആയിട്ട് പോകും. അത് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. മറ്റേതാകുമ്പോൾ അവരുടെ ട്രീറ്റ്മെന്റ് ഫ്രീ ആയിരിക്കും. പിന്നെ എമർജൻസീസ് ആണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഡേറ്റ് കിട്ടും. പക്ഷെ എമർജൻസി അല്ലാത്ത ആൾക്കാരാണ് ഈ ബുദ്ധിമുട്ടുന്നത്. അതിന് നമുക്ക് എന്തെങ്കിലും ഒരു സിസ്റ്റം കൊണ്ടുവരാനോ അതിനെന്തെങ്കിലും സാധ്യത സർ കാണുന്നുണ്ടോ? നമ്മൾ UK നമ്മൾ NHS ആയിട്ട് ചർച്ച പോയിട്ടുണ്ട്. പക്ഷെ അതിലൊരു ഗ്രേ ഏരിയ ഈ ഇൻഷുറൻസ് പോളിസി അവരുടെ ഗവൺമെന്റ് കൊടുക്കുന്ന ഇൻഷുറൻസ് ആയതുകൊണ്ട് തന്നെ അവർക്കൊരു മറ്റൊരു കൺട്രിയിലേക്ക് ഡിപ്പെൻഡ് ചെയ്യാനുള്ള ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ അവർക്ക് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ അവർക്ക് കേരളം കാണണം. അപ്പം കേരളം കാണുന്നതിനൊപ്പം തന്നെ ഇവർക്ക് ഈ ഹെൽത്ത് റിക്വയർമെന്റ്സും കൂടെ മീറ്റ് ചെയ്ത് പോകുന്നതൊക്കെ രീതിയിൽ
ഒരു പാക്കേജ് പോലെ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റൽസും ഇപ്പോൾ ചേർന്ന് ഒരു ഫോറം ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് സെൻട്രൽ ഗവൺമെൻറ് അതിനൊരു ഒരു ഒരു വെബ്സൈറ്റ് പോലെ ഉണ്ടാക്കുന്നുമുണ്ട്. അപ്പം അവർക്ക് എവിടെ വേണോ ചൂസ് ചെയ്യാം, ഏത് ഹോസ്പിറ്റലാണ് അവർക്ക് ചൂസ് ചെയ്യാം. അവർ പോകുന്ന സിറ്റി ഏതാണെന്ന് വെച്ചാൽ അതിലുള്ള ഹോസ്പിറ്റൽ അവർക്ക് ചൂസ് ചെയ്ത് പോകത്തക്ക രീതിയിലൊരു അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കുന്നത്. അത് നമുക്ക് ഇവിടെ ഒരു ഇൻഷുറൻസ് സിസ്റ്റം കൊണ്ടുവന്നതിനാൽ ഇപ്പം അവരുടെ രാജ്യത്ത് ഇൻഷുറൻസ് സിസ്റ്റം ആണല്ലോ അത് സമ്മതിക്കാത്തത്. നമ്മളെ ഇൻഷുറൻസ് സിസ്റ്റം വെച്ച് നോക്കുമ്പോൾ അവർക്ക് വളരെ ചീപ്പായിട്ടില്ല അത്. പ്രൈവറ്റ് ഇൻഷുറൻസ് ആണെങ്കിലും നമുക്ക് ഇവിടെ തേർഡ് പാർട്ടി ഇതുകൊണ്ടാവും അവർക്ക് കിട്ടുകയും ചെയ്യും. പക്ഷേ UK NHS ഗവൺമെന്റ് ഇൻഷുറൻസ് ആണ്. ഗവൺമെന്റ് ഇൻഷുറൻസിന് ഇപ്പോഴത്തെ രീതി അനുസരിച്ച് അവർക്ക് ഔട്ട് ഓഫ് കൺട്രി അവർക്ക് കൊടുക്കാൻ പറ്റില്ല. അല്ല, ഞാൻ പറയുന്നത് അതിന്റെ കൂടെ നമ്മളെ രാജ്യത്തുള്ള ഒരു പ്രൈവറ്റ് ഇൻഷുറൻസ് എടുത്താൽ പോലും അവർക്ക് ഈ വെയിറ്റിംഗ് പീരീഡും ചികിത്സയുടെ കോസ്റ്റ് ഒക്കെ നോക്കുമ്പോൾ വളരെ ചെറുതല്ലേ നമ്മളതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഇൻഷുറൻസ് എടുക്കണം, ആ ഇൻഷുറൻസിനോട് സെർവ് ചെയ്യാൻ പറ്റണം, അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ നാട്ടിലും ഇൻഷുറൻസ് എനിക്ക് തോന്നുന്നു ഒരു 10% കുറവാണ് ആൾക്കാർ ഇൻഷുറൻസ് എടുക്കുക എന്നുള്ള ഒരു അവയർനെസ് മെട്രോ സിറ്റീസിൽ മാത്രമേ ഉള്ളൂ. ഇപ്പം കൊച്ചി എടുക്കുകയാണെങ്കിൽ ഒരു 30% ഇൻഷുർഡ് ആണ്. പക്ഷെ അതേസമയം കണ്ണൂരിൽ വരികയാണെങ്കിൽ ഒരു 7% ഉള്ളൂ. കാസർഗോഡ് പോവുകയാണെങ്കിൽ അത് 2% ഉള്ളൂ. അതേപോലെ തെക്കോട്ട് പോവുകയാണെങ്കിൽ ഒരു കൊല്ലം ഭാഗത്തേക്ക് പോകണമെങ്കിൽ ഒരു 15%, 10% വരുള്ളൂ. അപ്പോൾ ഓവറോൾ കേരള എടുക്കുകയാണെങ്കിൽ ഒരു 10% പോപ്പുലേഷൻ, അതായത് 3.5 കോടി ജനസംഖ്യ കേരളത്തിലുണ്ടെങ്കിൽ അതിന്റെ 10% ആൾക്കാർ മാത്രമേ ഇൻഷുർഡ് ആവുന്നു. ഇതിന് മെയിൻലി അവയർനെസ് ഇല്ലായ്മയാണ്. കോവിഡ് വന്നതിന് ശേഷമാണ് ഈ 10% ആയത് കേട്ടോ. അതിന് മുന്നേ 5% ആയിരുന്നു, സിംഗിൾ ഡിജിറ്റ് നമ്പറാണ് നിന്നു. കോവിഡ് വന്നപ്പോൾ ആൾക്കാർക്ക് ഇത് മനസ്സിലായി തുടങ്ങി. കാരണം ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഭയങ്കരമായിട്ട് പോയി തുടങ്ങി, ഫണ്ട് ഇല്ലാണ്ടായി. കോവിഡ് കാരണം ആൾക്കാർക്ക് പലതും സാമ്പത്തിക നഷ്ടം വന്നു, ഹെൽത്ത് കെയറിന് വേണ്ടിയുള്ള ചിലവുകൾ വല്ലാണ്ട് കൂടി. അപ്പോൾ അതിനുശേഷമാണ് ആൾക്കാർ പിന്നെയും ഇൻഷുറൻസ് എടുക്കാൻ തുടങ്ങിയത്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, നമുക്കിപ്പോൾ നമ്മുടെ വരുമാനം ഒരു 50,000 റുപ്പീസാണ് മന്ത്ലി ഇൻകം എങ്കിൽ ആ 50,000 ഒതുങ്ങുന്ന ഒരു കാറേ നമ്മൾ വാങ്ങിക്കുള്ളൂ. ആ 50,000 EMI അടയ്ക്കാൻ പറ്റുന്ന ഒരു വീടേ നമ്മൾ വെക്കൂ. ആ ഇൻകം ഒരു 5 lakhs ആണെങ്കിൽ ആ 5 lakhs പറ്റിയ കാറും വീടും നമ്മൾ വാങ്ങിക്കും. ഇത് സാധാരണ ജനത്തിൻ്റെ ഒരു മാനസികാവസ്ഥയിൽ അവൻ ചെയ്യുന്ന കാര്യമാണ്. അതേസമയം ഈ 50,000 ശമ്പളമുള്ളവനും 5,000 ശമ്പളമുള്ളവനും 5 ലക്ഷം ശമ്പളമുള്ളവനും അസുഖം വരുന്ന ഒരുപോലെ ആയിരിക്കും. അത് ഈ ഗ്രേഡ് അനുസരിച്ചല്ല വരുന്നത്. അപ്പോൾ അവന് ട്രീറ്റ്മെന്റ് കോസ്റ്റും ഈ 3 പേർക്കും ഒരേപോലെ തന്നെ ഉണ്ടാവും. നമ്മൾ കുടിക്കുന്ന ഒരു 2 കോഫിയുടെ പൈസ ഒരു ദിവസം മാറ്റി വെക്കാൻ പറ്റിയാൽ നമ്മുടെ ഹെൽത്ത് ഇൻഷുർഡ് ആവും. ഈ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഫ്യൂച്ചർ പ്രൂഫായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇത് ജനങ്ങൾ മനസ്സിലാക്കണം. അതെനിക്ക് തോന്നുന്നു നിങ്ങളെപ്പോലെയുള്ള വീഡിയോസും അതിനെപ്പറ്റി കുറച്ചും കൂടി അവയർനെസ് ചെയ്യാൻ പറ്റിയാൽ ആ ഒരു മെസ്സേജ് പബ്ലിക്കിൽ നന്നായി കയറണം. നിങ്ങളുടെ അടുത്ത് ഒരു പ്രൊജക്ട് ഞാൻ ശ്രദ്ധിച്ചത്, ഒരു 50 എംപ്ലോയി ഉള്ള ഒരു സ്ഥാപനത്തിൽ നമ്മൾ ഇത്ര, ആ ഫാമിലിക്കും അവരുടെ പാർട്ട്ണറുടെ ഫാമിലിക്കും നമ്മൾ ഇത്ര പെർസെന്റേജ് എല്ലാത്തിലും ഒരു നിശ്ചിത ശതമാനം. അത് കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ സയൻസ് പ്രിവിലേജ് കാർഡ് കൊടുക്കുന്നതാണ്. ആ രീതിയിൽ കൂടി ആവുമ്പോൾ കുറച്ചും കൂടി അവയർനെസ് ആൾക്കാർക്ക്, നമുക്ക് ഈ പ്രിവിലേജ് കാർഡെങ്കിലും അത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണല്ലോ, അങ്ങനെയെങ്കിലും ആൾക്കാർ അത് എടുക്കുമ്പം പ്രിവിലേജ് അതെന്താ വെച്ചാൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് വിളിക്കാനുള്ള ആൾ വെളിപ്പുറത്തുണ്ടാവും. അവർക്ക് എന്തെങ്കിലും രീതിയിൽ ഡോക്ടറെ കാണിക്കാനുള്ള ഇളവുകൾ കിട്ടും. പിന്നെ അതിൽ പൂറായിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രൂഫോ കാര്യങ്ങളോ കൊണ്ടുവന്നാൽ നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ നമ്മൾ സർക്കാർ തലത്തിലുള്ള കാരുണ്യ അത്തരം കുറെ പദ്ധതികൾ ഉണ്ടല്ലോ ഇൻഷുറൻസ് തലത്തിൽ, പക്ഷെ അത് എപ്പോഴും പ്രൈവറ്റ് ഹോസ്പിറ്റലുമായിട്ട് വരുമ്പം അവിടെ കുറെ കോംപ്ലിക്കേഷൻസ് എപ്പോഴും കാണും. ഗവൺമെന്റ് സെക്ടറിൽ മാത്രമേ ഉള്ളൂ. പ്രൈവറ്റ് സെക്ടറിലായിട്ട് അവർക്ക് നമുക്ക് ഈ ഡേ ടു ഡേ കോസ്റ്റ് മീറ്റ് ചെയ്യാൻ ആ റേറ്റ്സിന് പറ്റില്ല. ഗവൺമെന്റ് അതിൽ കൂടെ തരാനും പറ്റുന്നില്ല. അപ്പൊ അതിനൊരു ചലഞ്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മേ ബി ഇൻ ഫ്യൂച്ചർ ഇന്ത്യയിൽ അത് ബെറ്റർ ആവാൻ ചാൻസ് ഉണ്ട്. അതിലൊരു 5 lakhs കവറേജ് എല്ലാം ഈ പറഞ്ഞ പോലെ BPL കാറ്റഗറിയിലെ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ വരെയാണെങ്കിൽ നല്ലതായിരിക്കും. അല്ല, നമ്മളിപ്പം പുറത്തൊക്കെ ചെയ്യുന്നത് പോലെ ആധാർ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ നിശ്ചിത തുക കൊടുത്തിട്ട് ഇത് കമ്പൽസറി ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസ് അവയർനെസ്സും അതുപോലെ തന്നെ എല്ലാവരിലേക്കും ഇത് കൊണ്ടുവരാൻ സാധിക്കൂലേ. ഇന്ത്യ എന്ന് വെച്ചാൽ ഏറ്റവും പോപ്പുലേഷൻ കൂടുതലുള്ള രാജ്യമാണ്. അപ്പം UK ചെയ്യുന്ന പോലെയോ മറ്റുള്ള രാജ്യം ചെയ്യുന്ന പോലെ സ്ട്രക്ചറായിട്ട് ഇന്ത്യയിൽ പെട്ടെന്ന് വരുമായിരിക്കാം. അല്ല, ഒരു ചെറിയ, നമ്മൾ അത്രയൊന്നും വേണ്ട. ഇപ്പൊ നമ്മളിപ്പോ UAE നോക്കുകയാണെങ്കിൽ അവർ 600 ദിർഹം ഏറ്റവും മിനിമം പറയാറുള്ളത്. ഒരു 1 ഇയറിലേക്ക് ഒരു 800 ദിർഹം മന്ത്ലി സാലറി വാങ്ങുന്നവർ പോലും അത് ചെയ്യണം. അതൊന്നും ഇല്ലാതെ ഒരു 100 to 500 അങ്ങനെ ഇത് ഈ കാർഡിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു വ്യക്തിയാണ്, എനിക്കൊരു നാഷണലൈസ് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഒരു 5 lakhsന്റെ പോളിസി എടുക്കണമെങ്കിൽ എന്റെ പ്രീമിയം തുക ഒരു 1 ഇയറിലേക്ക് 6,000 റുപ്പീസേ വരുള്ളൂ.
₹6,000 1 ഇയർ എന്ന് പറയുമ്പം ഹാർഡ്ലി ₹500 പെർ മന്ത് ആണ് അതെ. വരുന്നത്. ₹500 നമ്മൾ പെർ ഡേ കാൽക്കുലേറ്റ് ചെയ്താൽ ഒരു 15 രൂപയെ വരുള്ളൂ. അതെ. ഇന്ന് 15 രൂപ പെർ ഡേ ചിലവാക്കാൻ പറ്റാത്ത മലയാളികളൊന്നും നമ്മുടെ നാട്ടിലില്ല. ഇല്ല, അവയർനെസിന്റെ പ്രശ്നം തന്നെയാണ്. അതില്ലാത്തതല്ല, അത് നമ്മളൊരു ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും കൂടി അങ്ങനെ പോകുമ്പോഴാണ് ഇതൊരു കമ്പൽസറി ആയിട്ട്. അത് എല്ലാ സൈഡിൽ നിന്നും നമ്മുടെ സൈഡിൽ നിന്ന് മാക്സിമം അത് എല്ലാവരിലേക്ക് എത്തിക്കാൻ നോക്കുന്നുണ്ട്. രണ്ടാമത് വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ഇൻഷുറൻസ് എടുക്കണം എന്ന് പറഞ്ഞാലും ഈ പോളിസി കൃത്യമായിട്ട് പഠിച്ചിട്ടാണ് എടുക്കേണ്ടത്. അതെ. അതിന് നമ്മൾ വളരെ ട്രാൻസ്പെറൻറ്റ്, നമുക്ക് എന്തെങ്കിലും ഇൽനെസ്, പാസ്റ്റ് ഇൽനെസ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അതിൽ പറയുക. അതേപോലെ പോളിസിയിലുള്ള എല്ലാ കണ്ടീഷൻസും വായിച്ച് നോക്കി നമ്മൾ ഉറപ്പ് വരുത്തിയിട്ടാണ് ഒപ്പിടേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് ഇൻഷുറൻസ് ഉണ്ട് വിചാരിച്ചുകൊണ്ടിരിക്കും, നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഡിനൈ ചെയ്ത് വന്നാൽ നമ്മൾ ഒപ്പിട്ടൊരു സാധനം വായിച്ചിട്ടില്ല. അപ്പോൾ ഇതൊരു ഡോക്യുമെൻ്റ് ആണ്. നമ്മളൊരു വീട് വാങ്ങിക്കും പോലെ തന്നെ, അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങിക്കുമ്പോൾ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആണ്. അപ്പോൾ ഇത് നമ്മൾ ലീഗൽ ആൾക്കാരെയും കൂടെ ഉൾപ്പെടുത്തിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് അത്രയും അറിവുള്ള ആൾക്കാരെയും കൂടെ, ഇൻഷുറൻസ് അഡ്വൈസേഴ്സിനെയും കൂടെ ഉൾപ്പെടുത്തിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ ഈ ഇൻഷുറൻസ് എടുക്കുന്നതിൽ നടപ്പാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് കൂടെ ഉറപ്പ് വരുത്തുക. ഇത് പലരും ചെയ്യില്ല. പിന്നെ ജനങ്ങളുടെ ഒരു ചിന്താഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു 5 വർഷം ഞാൻ പ്രീമിയം അടച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ 5 വർഷം ഭാഗ്യവശാൽ എനിക്ക് അസുഖം വരില്ല. അതെ, അത് ഭാഗ്യമായി കാണുന്നതിന് പകരം നിർഭാഗ്യം. പിന്നെ അപ്പോൾ ചിന്താഗതി, എൻ്റെ 5000 രൂപ ഞാൻ വർഷം കളയുന്നത് ഒരു കാര്യമില്ല, ഇത് വേസ്റ്റ് ആയിട്ട് പോകുന്നു, എന്തിനാണ് ഞാൻ അടയ്ക്കുന്നത്, അങ്ങനെ ചിന്തിക്കരുത്. ഇതൊരു നിങ്ങളുടെ ഇൻകത്തിൽ നിന്ന് ഒരു പോർഷൻ ഇതിനു വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി മാറ്റി വെക്കുന്നു എന്ന് മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ. പല ഹോസ്പിറ്റലുകളിലും ഈ മത്സരം വർദ്ധിച്ചപ്പം ഡിസ്കൗണ്ട് സംവിധാനം, അതുപോലെ EMI സിസ്റ്റം പോലും കണ്ടിട്ടുണ്ട്. അപ്പൊ അത്തരം സംവിധാനം ശരിക്കും ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താണ്? ഇത് വലിയ ലാഭമുള്ള, അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് അങ്ങനെ ചെയ്യുന്ന ഒരു സംവിധാനം നമുക്ക് ബാങ്ക്സ് ഇപ്പൊ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ അത് ആൾക്കാർക്ക് കുറച്ചും കൂടി ഓപ്ഷൻസ് നമ്മൾ കൊടുക്കുന്നതാണ് EMI ആയിട്ട് ചെയ്യാന്നുള്ളത്. പിന്നെ ഡിസ്കൗണ്ടും ബാക്കിയെല്ലാം ഓരോ ഹോസ്പിറ്റലിലും അവർക്ക് തീരുമാനിക്കാവുന്ന കാര്യമാണ്. അല്ല, നമ്മൾ ചോദിച്ചാൽ, നമ്മൾ ബാർഗെയിൻ ചെയ്താൽ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും, ഇല്ലെങ്കിൽ ഇല്ല. അത് അറിയാത്തവർക്കില്ല. അപ്പൊ ഇതിൽ പോകുന്ന ഒരു മെസ്സേജ് നല്ല മെസ്സേജ് അല്ലല്ലോ. അത് ആ പ്രവണത ഞാൻ എതിരാണ്. ഞാൻ ഒരിക്കലും അത് ചെയ്യാൻ അനുവദിക്കുന്നില്ല. കാരണം നമ്മുടെ കോസ്റ്റിംഗ് പാറ്റേൺ കൃത്യമായിരിക്കുക. നമ്മുടെ ചെലവും നമ്മുടെ ബാക്കിയെല്ലാം വെച്ചോണ്ട് നമ്മളൊരു കോസ്റ്റിംഗ് പാറ്റേൺ ഉണ്ടാക്കാൻ. ആ കോസ്റ്റിംഗ് പാറ്റേൺ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സർവീസിന്റെ കോസ്റ്റാണ് അത്. അതിൽ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ ഞാൻ പറയും ഇതൊക്കെ മാറ്റി വെച്ച് നമ്മൾ അയാളെ സഹായിക്കണം. പക്ഷേ ആർഗ്യുമെന്റ് പുറത്ത് ഡിസ്കൗണ്ട് കൊടുക്കുന്ന ഒരു പ്രവണതയ്ക്ക് ഞാനിതിനാണ്. കാരണം അതൊരു ശരിയായ രീതിയാണെന്ന് ഞാൻ അംഗീകരിക്കുന്നില്ല. അതെ, പലപ്പോഴും കാണാറുള്ളത് ഇത്ര പൈസ പലയിടത്തുനിന്ന് നമ്മൾ കൊട്ടേഷൻ ഒക്കെ എടുത്തിട്ട് മറ്റു സാധനങ്ങൾ വാങ്ങിക്കുന്നത് പോലെയാണ് പലരും വരുന്നത്. ഇതിനൊരു കോസ്റ്റിംഗ് ഉണ്ട്. അതിപ്പോ എല്ലാ ഹോസ്പിറ്റലും ഓൾമോസ്റ്റ് കോസ്റ്റ് ഒക്കെ എടുക്കണേ എല്ലാം ഒരുപോലെ ഇരിക്കും. അതുപോലെ തന്നെ ഇപ്പം ഈ വർദ്ധിച്ചു വരുന്ന, നമ്മൾ സാറിന് നേരത്തെ പറഞ്ഞു, ഒരു കാത്ത് ലാബ് 7 years അതിന്റെ ഇതുള്ളൂ. അല്ലെങ്കിൽ അപ്ഡേഷൻ ഡെയിലി മാറിക്കൊണ്ടേയിരിക്കുന്നു, പ്രത്യേകിച്ച് AI ഒക്കെ വന്നപ്പോൾ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇതൊരു ബിസിനസ് മോഡൽ എന്നുള്ള നിലക്ക് ഇത്തരം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും? ഹെൽത്ത് കെയർ എപ്പോഴും നമ്മൾ ഈ പറഞ്ഞ അക്സസിബിൾ ആയിരിക്കണം. അത് അഫോർഡ് ചെയ്യുന്ന രീതിയിലൊരു നാട്ടിലുള്ള കോസ്റ്റ് നമ്മൾ വെക്കാൻ പാടുള്ളൂ. ഇനി ഇതിൽ നമുക്ക് കേരളത്തിലും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലെ ആൾക്കാരെ വിളിച്ച് ചികിത്സിക്കുക കൊണ്ടുവരുമ്പോഴാണ് ഇതിനകത്ത് വോളിയം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഈ വോളിയം ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ ഹെൽത്ത് കെയർ സസ്റ്റൈനബിൾ ആയിട്ട് പോകുള്ളൂ. അപ്പം വോളിയം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് മാസ് വോളിയത്തിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ഹൈ കോസ്റ്റിൽ വെച്ചുകൊണ്ടിരുന്നാൽ ജനങ്ങൾക്ക് വന്നത് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ടൊരു അഫോർഡബിളായ രീതിയിൽ വെച്ചിട്ട് ജനങ്ങളെ കൂടുതൽ അത് അവർക്ക് സമയത്ത് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ നമുക്ക് കുഴപ്പമില്ലാണ്ട് കൊണ്ടുപോകാൻ പറ്റുന്ന പറയുന്നല്ല. നമ്മൾ ഈ വർദ്ധിച്ചു വരുന്ന ടെക്നോളജിയൊക്കെ അങ്ങനെ വരും, അപ്ഡേറ്റഡ് ആകുമ്പോൾ അത് പറ്റും. പിന്നെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ മൈൻഡ് സെറ്റ് ഉണ്ട്. നിങ്ങളൊരു ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു ട്രാവൽ ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെയോ റിട്ടേൺസ് ഹെൽത്ത് കെയർ വരില്ല. ഹെൽത്ത് കെയർ മാർജിൻ വളരെ തിൻ മാർജിനേ ഉണ്ടാവുള്ളൂ. ആ തിൻ മാർജിനെ കിട്ടുള്ളൂ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇതിനകത്ത് പൈസ എടുക്കാൻ വേണ്ടി. അതിപ്പോൾ നമ്മളിപ്പം അഡ്വാൻസ് ടെക്നോളജി ആയി, ഇപ്പോൾ റോബോട്ടിക് സർജറി ഉണ്ട്, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സർജറി ഉണ്ട്. ഇത്തരം സാധനങ്ങൾ സാധാരണക്കാരനും അവൈലബിൾ ആവുന്ന രീതിയിൽ നമുക്ക് അങ്ങനെ ചെയ്തു കൊടുക്കാം. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. അത് പറ്റുമെന്നാണ് ഞാൻ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുന്നേ ഓപ്പൺ സർജറിയാണ് ഉണ്ടായിരുന്നത്. ലാപ്രോസ്കോപ്പിക് സർജറി വന്നു. ലാപ്രോസ്കോപ്പിക് സർജറി വന്നപ്പോൾ ഓപ്പൺ സർജറി മൊത്തം റീപ്ലേസ് ചെയ്യപ്പെട്ടു. ഇപ്പോൾ ലാപ്രോസ്കോപ്പിക് സർജറിനെ റോബോട്ടിക് സർജറി റീപ്ലേസ് ചെയ്യുക. അപ്പോൾ റോബോട്ടിക് സർജറി ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ലാപ്രോസ്കോപ്പിക് സർജറിക്ക് പേഷ്യൻ്റ് 2 തൊട്ട് 3 ദിവസം വരെ കിടക്കണം. അതിൻ്റെ റൂം റെന്റ് ചിലവുകളെല്ലാം ഉണ്ട്. റോബോട്ടിക് ഹെർണി നമ്മൾ ചെയ്യുമ്പോൾ രാവിലെ 7 മണിക്ക് വരുന്ന പേഷ്യൻ്റ് വൈകുന്നേരം 7 മണിക്ക് ഡിസ്ചാർജ് ചെയ്യപ്പെടും. ഇന്ന് കണ്ണൂർ കിംസ് ശ്രീചന്ദ്രയിൽ ഇപ്പോൾ റോബോട്ടിക് സർജറി ഉണ്ട്. അപ്പം മുന്നേ ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്ത് 3 ദിവസം കിടക്കേണ്ട ആള് ഇത് രാവിലെ വന്ന് വൈകുന്നേരം ഡിസ്ചാർജ് ആയി പോവുകയാണ്. പേഷ്യൻറ്റും കംഫർട്ടബിൾ, കോസ്റ്റും കുറവ്.
മേ ബി കൺസ്യൂമർ കോസ്റ്റ് കൂടിയാലും ഇത് ഈ റൂം റെന്റും ബാക്കി എല്ലാത്തിനും ബാലൻസ്. പെർഫെക്ഷനും വളരെ 100% ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടി ബാലൻസ്, ആ 3 ദിവസത്തെ റൂം റെന്റ്. അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ പക്ഷെ അവയർനെസ് അങ്ങനെയല്ല ആൾക്കാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഭയങ്കര ചെലവുള്ള ഒരു സംഗതിയാണ്. ചെലവല്ല, ഇതില് നമ്മുടെ കംഫർട്ടാണ് കൂടുതൽ. അത് മാത്രമല്ല ഇതിന് കുറച്ച് പ്രിസിഷൻ നന്നായിരിക്കും. ഇപ്പം റോബോട്ടിക് പ്രോസ്റ്റേറ്റ് സർജറി എപ്പോഴും റോബോട്ടിക് പ്രോസ്റ്റേറ്റ് ചെയ്യണം എന്നാണ് ഏറ്റവും ഗോൾഡ് സ്റ്റാൻഡേർഡ്. റോബോട്ടിക് പ്രോസ്റ്റേറ്റ് കാരണം പിന്നെ റിക്കറൻസ് വരാത്ത രീതിയിൽ അത് കംപ്ലീറ്റ് ആയിട്ട് അത് കവറപ്പ് ചെയ്യാനും 360 ഡിഗ്രി പോയിട്ട് ഈ ട്യൂമർ റിസെക്ട് ചെയ്ത് കൊണ്ടുവരാനും റോബോട്ടിക്കിന് പറ്റും. നമ്മൾ മാനുവലി ചെയ്യുമ്പോൾ ചിലപ്പം കുറച്ച് റിക്കറൻസ് വരാൻ സാധ്യതയുണ്ട്. അത് പിന്നെയും പേഷ്യന്റിന് ബുദ്ധിമുട്ട് തന്നെ വരും. മേ ബി കുറച്ച് ചെറിയ കോസ്റ്റ് ഡിഫറൻസ് വന്നാലും പെർഫെക്ഷൻ കൂടുന്നതുകൊണ്ടും അവരെ കംഫർട്ട് ലെവൽ കൂടുന്നതുകൊണ്ടും അവർക്ക് ബ്ലഡ് ലോസോ മറ്റു കോംപ്ലിക്കേഷൻസിൽ വരാനും പോകുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ വലിയ മുറിപ്പാടുകളോ ഇതൊന്നും ഉണ്ടാവില്ല. വളരെ ചെറിയൊരു 3-4 ഹോൾസിലൂടെ ആയിരിക്കും ഇത്രയും കോംപ്ലക്സ് സർജറി ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹോസ്പിറ്റൽ സ്റ്റേ കുറയ്ക്കുക എന്നുള്ളതാണ്. നമ്മളൊരു ഓപ്പൺ ട്യൂമർ സർജറി ചെയ്ത് 10 ദിവസം കിടക്കുന്നതും റോബോട്ടിക് ട്യൂമർ സർജറി 2 ദിവസം ഡിസ്ചാർജ് ചെയ്ത് പോകാനും പറ്റും. അതിലാണ് അത് ബാലൻസ് ആയി പോകുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഓങ്കോളജി പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ പോപ്പുലേഷനിൽ തന്നെ ഒരു വലിയ പെർസെൻറ്റേജ് ഇപ്പോൾ ഓങ്കോളജി പേഷ്യൻസ് ആണ്. അത്തരത്തിൽ നോക്കുമ്പോൾ ആ സൈഡിൽ നിങ്ങൾ എന്തൊക്കെ കിംസ് ഹോസ്പിറ്റലും അത്ര നല്ല കാര്യമല്ല. ഇന്നിപ്പോ ഒരു കുടുംബത്തിൽ പണ്ട് എല്ലാ കുടുംബത്തിലും ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഉള്ള പോലെ തന്നെ ഇന്ന് ഒരു കുടുംബത്തിലെ ഒരു ക്യാൻസർ പേഷ്യന്റും ഉണ്ട്. അത് വളരെ വളരെ നമ്മൾ ഇനി ചിന്തിച്ച് നമ്മൾ റിവേഴ്സ് ചെയ്യേണ്ട ഒരു ഫാക്ടർ കൂടിയാണ്. ഒന്ന്, ആൾക്കാർക്ക് ഇനി അവയർനെസ് ഇപ്പോഴും ഇല്ല. പിന്നെ നമ്മൾ 40 വയസ്സ് കഴിഞ്ഞാൽ ഒരു മാമോഗ്രാം ചെയ്യണം, അല്ലെങ്കിൽ 40 വയസ്സ് കഴിഞ്ഞാൽ ഒരു PSA ചെയ്യണം എന്ന് പറയുമ്പം നമ്മളടക്കം എന്താ ചിന്തിക്കുക, ഇപ്പൊ വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ, ഇനി വെറുതെ ചെയ്ത് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റിയത് ഓടേണ്ടി വരും എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചാൽ ചിലപ്പോൾ ഒരു മൈനർ ട്രീറ്റ്മെന്റിലൂടെ, ഒരു മൈനർ സർജറിയിലൂടെ തീർക്കാം. പിന്നെ അതിൻ്റെ ഒരു കീമോതെറാപ്പിയോ ഒന്നും വേണ്ട. പക്ഷെ നമ്മൾ ചെയ്യാതെ ഇത് വർഷങ്ങൾ കാത്തു വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇത് സ്പ്രെഡായി വരുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ട്രീറ്റ് ചെയ്താൽ പോലും പേഷ്യനെ രക്ഷപ്പെടുത്താൻ പറ്റിയതും വരില്ല. ഇന്ന് ക്യാൻസർ ചികിത്സയാണ് ഒരു ലൈഫ് ലോങ് കൊണ്ടുപോകുന്ന ട്രീറ്റ്മെന്റ്. അവർ ചില ആൾക്കാർ ഞാൻ തന്നെ സങ്കടം വരും, കുടുംബം പണയം വെക്കേണ്ടി വരും. ഒരു ക്യാൻസർ വന്ന രോഗിക്ക് ചികിത്സയ്ക്ക് കുടുംബം പണയം വെക്കേണ്ടി വരും. മിഡിൽ ക്ലാസ്സിനൊന്നും താങ്ങാൻ, അപ്പർ ലെവലിലുള്ളവർക്ക് മാത്രമേ താങ്ങാൻ പറ്റൂ. നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ആണ് വേറൊരു വലിയൊരു ഡേഞ്ചറസ് ഫാക്ടർ. നമുക്ക് വ്യായാമം വളരെ കുറവാണ്. നമുക്ക് സെഡൻഡറി ലൈഫ് സ്റ്റൈലിലൊക്കെ നമ്മൾ മാറി. എന്നാൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ക്വാണ്ടിറ്റിക്ക് യാതൊരു കുറവുമില്ല. അത് കൂടിക്കൊണ്ടുവരികയാണ്. നമ്മൾ ജങ്ക് ഫുഡ്സ് കഴിക്കുന്നതിൽ എല്ലാ ദിവസവും കൂടിക്കൊണ്ടുവരികയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ശരീരത്തെ ക്യാൻസർ ബാധിക്കാൻ വരെ അത് ഒരു വഴി ഉണ്ടാക്കുന്നു. അത് മൊത്തം അത് മാത്രമായിരിക്കില്ല, ഹെറിഡിറ്ററി ആയിട്ടുള്ള ഉണ്ടാവാം. പക്ഷെ ഇത് കൂടുതൽ ചാൻസസിലേക്ക് എത്തിക്കുന്നു. പൊല്യൂഷൻ ഒരു പരിധിവരെ ക്യാൻസർ സാധ്യത എന്ന് ഞാൻ പറയുന്നില്ല, വിദഗ്ധർ പറയുന്നതാണ്. അപ്പോൾ അതെല്ലാം നമ്മളൊന്ന് ശ്രദ്ധിച്ച് മാറ്റേണ്ട കാര്യമുണ്ട്. റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന അസുഖങ്ങളൊക്കെ നമുക്ക് റിവേഴ്സ് ചെയ്യും. ഇപ്പോൾ എൻ്റെ പേഴ്സണൽ കാര്യം ഞാൻ പറയാം. എനിക്കൊരു ഒരു ഒബീസ് ആളാണ് ഞാൻ. ഇപ്പം ഞാൻ വെയിറ്റ് കുറച്ച് കൊണ്ടുവരികയാണ്. ഇപ്പോൾ എനിക്ക് ഷുഗറും കൊളസ്ട്രോളും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ എൻ്റെ ഫുഡ് ക്രമീകരിച്ച് തുടങ്ങിയതിന് ശേഷം ഒരു മരുന്നും ഇല്ലാണ്ട് തന്നെ എനിക്കിതെല്ലാം റിവേഴ്സ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ പാലിച്ചുകൊണ്ട് പോയാൽ മതി. നമ്മൾ പാലിക്കാണ്ടിരുന്നാൽ നമ്മൾ ലൈഫ് ലോങ് മരുന്ന് കഴിക്കേണ്ടി വരും. മരുന്ന് കഴിച്ചതിൻ്റെ പുറമെ തന്നെ വേറെ പല റീനൽ ഫെയിലിയറും നമ്മൾ പല അസുഖങ്ങളും വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ആൾക്കാർ ഇപ്പോൾ ചെയ്യുന്നില്ല. പക്ഷേ ന്യൂ ജനറേഷൻ അത്തരം കാര്യങ്ങളിൽ എനിക്ക് വളരെ വളരെ അപ്രിസിയേഷൻ ഉണ്ട്. അവർ ഹെൽത്ത് നോക്കുന്നുണ്ട്, അവർ എക്സസൈസ് റെഗുലറായിട്ട് ചെയ്യുന്നുണ്ട്, അവർ ഡയറ്റ് അവർ നന്നായി പാലിക്കുന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ അവർ വഴുതിട്ട് അതാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അല്ല, അത് കേരളത്തിൽ തന്നെ അത്തരം മിസ്യൂസ് ധാരാളമായിട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഡ്രഗിന്റെ യൂസേജ്. ഈ പാരാമെഡിക്കൽ സ്റ്റാഫ്സ് അല്ലെങ്കിൽ അവർക്ക് യഥേഷ്ടം അതിന് സാഹചര്യങ്ങളും സാധ്യതകളും ഉണ്ടല്ലോ. ഈസി മണി കിട്ടുന്നതിൻ്റെ ഒരു ത്രില്ലിൽ ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുന്നു. മറുവിഭാഗം ഇത് ഉപയോഗിച്ച് തുടങ്ങിയാൽ അഡിക്റ്റായി പോകുന്നു. പിന്നെ യങ് ജനറേഷൻ ഒരു ചില്ല് ഔട്ട് എന്ന വാക്ക് ഇപ്പം ഡ്രഗ്സും ലിക്കറും ഉപയോഗിച്ചാണ് ചില്ല് ഔട്ട് പ്രോപ്പർ ആവുക. യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ പണ്ടത്തെ കാലത്ത് ചില്ല് ഔട്ട് എന്ന് പറയുന്നത് നമ്മൾ പുറത്ത് പോകുന്നു, ഒന്ന് നമ്മൾ പുറത്തു പോയി സന്തോഷത്തോടെ കുറച്ചു നേരം സംസാരിക്കുന്നു, അല്ലെങ്കിൽ സ്ഥലങ്ങൾ കാണാൻ പോകുന്നു. ഇതൊക്കെയാണ് ചില്ല് ഔട്ട്. ഇന്നത്തെ ചില്ല് ഔട്ടിൽ ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഡ്രഗ്സും കൂടി ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ എടുക്കുന്നുണ്ട്. അവനെ മാറ്റി നിർത്തണം. പിന്നെ വേറൊരു വിഭാഗത്തിലുള്ള ആൾക്കാർ, ഇപ്പം നമ്മൾ 4 പേരുണ്ട്, 3 പേര് ഡ്രഗ്സ് ഉപയോഗിക്കുന്നു, ഞാനൊരാൾ മാറി നിന്നാൽ അവർക്ക് എന്ത് തോന്നും എന്ന് വിചാരിച്ച് 4ാമനും കൂടി ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ കട്ട് ചെയ്യണം. അത് റൈറ്റ് ഫ്രം ദ ഗ്രാസ് റൂട്ട് ലെവലിൽ പോയിട്ട് ഇതിൻ്റെ സപ്ലൈ കട്ട് ചെയ്യണം. ഇതിൻ്റെ എവിടെ നിന്നാണോ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് അത് കട്ട് ചെയ്യണം.
ഇതിന് ഗവൺമെന്റ് ഇപ്പോൾ നന്നായി വർക്ക് ചെയ്തത്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷമായിട്ട് നോക്കുകയാണെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ എഫേർട്ട് പോവുകയാണെങ്കിൽ ഇത് ഒരുവിധം കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഗവൺമെന്റ് അത്രയും സ്ട്രോങ് ആയിട്ടും സ്ട്രിക്റ്റ് ആയിട്ടും ചെയ്യുകയാണെങ്കിൽ. അല്ലെങ്കിൽ സംബന്ധിച്ച് അവൈലബിലിറ്റി കൂടും, ആൾക്കാർ കൂടുതൽ ഉപയോഗിക്കും, യുവതലമുറ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ കാണാം. ഇപ്പോൾ പത്രവാർത്തകൾ പറയുന്ന പോലെ 18 വയസ്സുകാരൻ അച്ഛനമ്മേനെ കൊല്ലുന്നു. ഇതെല്ലാം സ്വന്തം ചെയ്യുന്നതല്ലോ, ഡ്രഗ്സിന്റെ ഇൻഫ്ലുവൻസും ആൽക്കഹോളിന്റെ ഇൻഫ്ലുവൻസും ചെയ്തു പോകുന്നതാണ്. അത് ഇവരോട് യുവാക്കളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതെല്ലാം ഇവിടെ യൂസേജിനുള്ള സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അതിന്റെ ഒരു ലിമിറ്റേഷൻ വെക്കുക. പുറത്തുള്ള രാജ്യങ്ങളിൽ അത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അതായത് അത് യുവതലമുറയുടെ ചിന്താഗതിയുടെ പ്രശ്നമാണ്. ഇറ്റ് ഈസ് എ നോർമൽ തിങ് അവരെ ചിന്തിക്കുന്നതുകൊണ്ടാണ്. അതെ, ഞാനൊരു പെഗ് അടിച്ചില്ലെങ്കിൽ ഞാനൊരു നോർമൽ അല്ല, ഒരു 2 പെഗ് ഡെയിലി ഇട്ടെങ്കിൽ മാത്രമേ എന്റെ ഒരു ലൈഫ് നോർമൽ ആവുന്നുള്ളൂ. അത് ചിന്താഗതിയുടെ പ്രശ്നമാണ്. ആ ചിന്താഗതിയാണ് അവർക്ക് എക്സാമ്പിളായി കാണിച്ചു തരാൻ കുറെ രാജ്യങ്ങളും ഉണ്ടാവും. ഈ രാജ്യങ്ങൾക്ക് ഇപ്പൊ അവര് നമ്മൾ സിനിമയിൽ ലിക്കർ ഉപയോഗിക്കുന്ന കാണാം, അല്ലെങ്കിൽ സിനിമ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം ദേവാസുരം എന്ന സിനിമയിൽ മോഹൻലാൽ ലിക്കർ കുടിക്കുന്നത് വളരെ രസകരമായ രീതിയിൽ കരിക്കുമ്പോൾ ഒഴിച്ചു. അപ്പൊ ഇത് കാണുമ്പോൾ നമുക്ക് അട്രാക്റ്റീവ് ഉണ്ടാവുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിലെ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കിയിട്ട് പുതിയ ജനറേഷനെ നമ്മൾ കളിക്കളങ്ങളിലും അതേപോലെ പ്രോ ആക്റ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങൾക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റിയാണ്. ദേ ഹാവ് ദ ബെസ്റ്റ് ബ്രെയിൻസ് നൗ. അവർക്ക് ടെക്നോളജി നന്നായിട്ട് അറിയാം. എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ഏജ് ഗ്രൂപ്പിലുള്ളവരെക്കാൾ ഇപ്പോഴത്തെ ജെൻസി, ജെൻ ആൽഫ കുറേയും കൂടി പെട്ടെന്ന് ടെക്നോളജി ക്യാച്ച് ചെയ്യുന്ന ആൾക്കാരാണ്, പുതിയ ഐഡിയാസ് ഉള്ള ആൾക്കാരാണ്. അതിനെ മോൾഡ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസിലേക്ക് നമ്മൾ അവരെ കൊണ്ടുവരാൻ പറ്റിയത് ഈ ഡ്രഗ്സിൽ നിന്നും ഇതിൽ ഒരു പക്ഷേ അവര് പെട്ടെന്ന് മാറും. അവർ കാര്യം പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കൂട്ടരും കൂടിയാണ്. അതുപോലെ ബ്ലാക്ക് സ്റ്റോൺ ഒക്കെ പോലെയുള്ള ഒരു ലയനം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ ഇന്ത്യയിൽ പ്രത്യേകിച്ചിട്ട് അവര് വരുന്നുണ്ട്. അപ്പൊ അത്തരം ആ വരവിനെ എങ്ങനെയാണ് കാണുന്നത്? അത് പ്രത്യേകിച്ചിട്ട് കേരളത്തിനെ എസ്പെഷ്യലി അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ഡിസീസുകളിൽ മുൻനിർത്തിയാണ് അവരുടെ വരവ്, അല്ലെങ്കിൽ അത്തരം ഈ ലയനം മറ്റുള്ള സെക്ടറിനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്നവരെ എത്രത്തോളം ബാധിക്കും? ഒരു ഡിസീസ് മുൻനിർത്തിയോ അങ്ങനൊന്നും അല്ല. അല്ല, അതിപ്പോ റൂമേഴ്സ് ഉണ്ടാവും, അല്ലാതെ ഉണ്ടാവും. ഇപ്പം ഇവരെല്ലാം അമേരിക്കൻ ഇൻവെസ്റ്റ്മെന്റ് കമ്പനീസ് ആണ്. അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം അവരെ ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു. ഇന്ത്യയിൽ പല മേഖലകൾ, പല സെക്ടേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ ഹെൽത്ത് കെയർ ഇൻവെസ്റ്റ്മെന്റ് ഫാക്ടറായിട്ട് മാറുന്നു. അവരെടുക്കുന്നത് ഒരിക്കലും ഒരൊറ്റ സ്റ്റാൻഡ് ഓൺ ഹോസ്പിറ്റൽസ് ഒന്നും ആയിരിക്കില്ല. ചെയിൻ ഓഫ് ഹോസ്പിറ്റൽസ് ഉണ്ടെങ്കിൽ പ്രോഫിറ്റബിൾ ആയിട്ട് പോകുന്ന ഹോസ്പിറ്റലിൽ അവർ പോയി ടേക്ക് ഓവർ ചെയ്യുള്ളൂ. ആ ഫണ്ട് ഉപയോഗിച്ച് അത് എക്സ്പാൻഡ് ചെയ്ത് അവർക്ക് മൾട്ടിപ്ലൈ ചെയ്യാനും, ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റാതെ, ഫണ്ടില്ലാത്തതുകൊണ്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇത്തരം ഫണ്ട് ഉപയോഗിച്ച് എക്സ്പാൻഷനിലേക്ക് കൊണ്ടുപോകാനും ഇവരുടെ എക്സ്പെർട്ടൈസും കൂടി ഇതിൽ ചേർന്ന് വെച്ചിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് കൊണ്ടുപോകാനാണ് ഇത്തരം ഇൻവെസ്റ്റ്മെന്റ് കമ്പനി, PE കമ്പനീസ് ശ്രമിക്കുന്നത്. ഇതിന്റെ റിസൾട്ട് പൂർണ്ണമായിട്ട് നമുക്ക് പറയാനായിട്ടില്ല. ഇപ്പൊ നമ്മളിപ്പം കേരളത്തിലെ എടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പൊ കണ്ടു തുടങ്ങുന്നേ ഉള്ളൂ. അല്ല, ഇവര് പ്രത്യേകിച്ചിട്ട് അവരോട് മത്സരിക്കാൻ പോലും സാധാരണ മത്സരമല്ല യഥാർത്ഥത്തിൽ ഈ ഹെൽത്ത് ഫീൽഡ് എന്നുള്ളത്. എനിക്കിതൊരു മത്സരമായിട്ട് തോന്നുന്നില്ല. കാരണം ഇവിടെ ഇനി റിക്വയർമെന്റ് ഉണ്ട്. ഇപ്പം കേരളത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ 500 കിലോമീറ്ററുള്ള ഒരൊറ്റ സിറ്റി ആയിട്ടാണ് ഞാൻ കേരളത്തെ കാണുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമുക്ക് 14 ജില്ലകളുണ്ടെങ്കിലും നമുക്കിതൊരൊറ്റ സിറ്റി എടുക്കാം. കേരളത്തിലെ ഭൂപ്രകൃതി അങ്ങനെയാണ്. നമ്മളിപ്പോൾ കർണാടക പോകണമെങ്കിൽ, തമിഴ്നാട് പോകണമെങ്കിൽ, കർണാടക ബാംഗ്ലൂർ കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ അടുത്തൊരു സിറ്റി വരണമെങ്കിൽ എത്രയോ കിലോമീറ്റർ പോകണം. തമിഴ്നാടും സെയിം തന്നെയാണ്. പക്ഷെ കേരളത്തിൽ അതില്ല. നിങ്ങൾ കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ യാത്ര ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാം അവൈലബിൾ ആയിരിക്കും. എല്ലാ ബ്രാൻഡഡ് ഷോപ്സും നിങ്ങൾക്ക് വഴിയിലുണ്ട്, ഫുഡ് പോക്കറ്റ്സ് വഴിയിലുണ്ട്, ഷോപ്പിംഗ് മാൾസ് ഉണ്ട്, ഹോസ്പിറ്റൽസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഇവിടെ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ നമുക്ക് ഒരുപാട് കോർഡിനറി കെയർ സെന്റേഴ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ ചെറിയ ഡിസ്ട്രിക്ട്സിൽ നിന്നും ഹെൽത്ത് കെയർ സ്ട്രോങ് ആയിട്ടില്ല. അത് സ്ട്രോങ് ആക്കാനാണ് നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം ഞാൻ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നമ്മൾ ഫസ്റ്റ് 2 ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്ത്, ഒന്ന് കണ്ണൂരും രണ്ടാമത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലാണ്. അപ്പോൾ അവിടെയൊക്കെയുള്ള ആൾക്കാർ ഇപ്പോഴും, കരുനാഗപ്പള്ളിയിലെ ആൾക്കാർ ഇപ്പോഴും എറണാകുളത്തും തിരുവനന്തപുരത്താണ് ട്രീറ്റ്മെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ അടുത്ത വരാൻ പോകുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂരും ഇതുപോലെ ഒരു കോർഡിനറി കെയർ സെന്റർ തൃശ്ശൂരിലില്ല. നമ്മൾ ആ സ്പേസ് ആണ് നമ്മൾ കവറപ്പ് ചെയ്യുന്നത്. ഇനി ഇത് മൂന്നും വന്നു കഴിഞ്ഞാൽ നമുക്ക് എറണാകുളത്തും കേരളത്തിലും ട്രിവാൻഡ്രം അടുത്ത 3 years കൊണ്ട് ഇനി ഹോസ്പിറ്റൽസ് നമുക്ക് ഉണ്ടാവും. അപ്പോഴത്തേക്കും പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടാവും, അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് അതുപോലെ കേരളത്തിലുണ്ട്. അതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഗുണം. വർക്ക് ഫോഴ്സ് അവൈലബിൾ ആണ് ഇവിടെ. സാറിന് ഇത്രയും റിസ്കി ഫാക്ടേഴ്സ് ഉള്ള അല്ലെങ്കിൽ ചാലഞ്ചസ് ഉള്ള ഈ ഡിപ്പാർട്ട്മെന്റ് അറിയാം, എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരാൾക്ക് ഇത്തരം ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുമ്പം കിട്ടുന്ന ഒരു ഹാപ്പിനെസ് എന്താണ്? അത് ചെയ്യാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് എന്താ സാറിന്? ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് മടുപ്പ് വരില്ല. കാരണം
ഇതിൽ ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടുന്ന ശമ്പളമോ നമുക്ക് മറ്റൊന്നുമല്ല, നമ്മുടെ കൺമുമ്പിൽ കാണുന്ന രോഗിയുടെ ചിരിയാണ്. നമ്മളും നാളെ ആ സാഹചര്യത്തിൽ പോവേണ്ട ആളാണ്. എല്ലാവർക്കും അസുഖം വരുന്നു, എല്ലാവർക്കും ചികിത്സ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെൽത്ത് കെയറിൽ നമ്മൾ എന്തെങ്കിലും ഒരു മാറ്റമുണ്ടായി ആ പേഷ്യൻ്റ് ഹാപ്പിനെസ് ഒരു പേഷ്യൻ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ ചിന്തിക്കാൻ പറ്റിയാൽ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ വളരെ വളരെ വലുതാണ്. അത് വേറൊരു ഇൻഡസ്ട്രിക്ക് അത്രയും വലിയ സാറ്റിസ്ഫാക്ഷൻ കിട്ടുമോ സംശയം. അതെ, കസ്റ്റമറിൽ നിന്നതിലുപരി അതൊരു പേഷ്യന്റ് ആയിട്ട് കണ്ടിട്ട് അവരെ ചിരി എപ്പോഴും നിലനിർത്താൻ. മറ്റേത് ഒരു ഉൽപ്പന്നം വാങ്ങിക്കാൻ ഒരു പൈസ കൊടുക്കുന്ന ഉൽപ്പന്നം വാങ്ങിച്ച് പോകുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ സർവീസ് എടുത്ത് പോകുന്നതേ ഉള്ളൂ. ഇതങ്ങനെയല്ല. ഇതവരുടെ കഷ്ടപ്പാട് കൊണ്ട് അവർക്ക് ഒരു അസുഖവും വേദനയും കൊണ്ട് സമീപിച്ചിട്ട് ആ വേദന മാറി ചിരിച്ചു പോകുന്നൊരു സാറ്റിസ്ഫാക്ഷൻ, പുഞ്ചിരിയോടുകൂടി. അത് നമ്മൾക്ക് തരുന്ന വലിയൊരു, അത് പൈസയ്ക്കൊന്നും കണക്ക് പറയാൻ പറ്റില്ല അതിന്. അതെ, ആ സാറ്റിസ്ഫാക്ഷൻ എപ്പോഴും നിലനിൽക്കട്ടെ. അതിനുള്ള എല്ലാ ഭാവുകങ്ങളും. താങ്ക് യു സർ.